നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 കൊല്ലം കൊണ്ട് ലോകം മുഴുവനും മാറ്റിമറിക്കുകയാണ്. അവിടുത്തെ ഓരോ നിമിഷവും ഓരോ യുഗങ്ങളുടെ മാറ്റമുണ്ടാക്കിയതാണ്. അങ്ങനെയുള്ള ജീവിതം പഠിപ്പിച്ചു തന്ന മുത്തുനബി തങ്ങൾ ബഷീറാണ്, മുബശ്ശിറാണ്. എത്രയെത്രയോ പാവങ്ങൾ, എല്ലാ നിലയിലും പാവങ്ങളാണ്. ഒരു നേരത്തെ ഭക്ഷണം ഇല്ല എന്നതിനേക്കാൾ കലിമ അറിയില്ല എന്ന ദാരിദ്ര്യം അവർക്കുണ്ട്, നിസ്കാരം അറിയില്ല എന്ന ദാരിദ്ര്യം അവർക്കുണ്ട്, അറിവില്ല എന്ന ദാരിദ്ര്യമുണ്ട്. അവരുടെ എല്ലാ ദാരിദ്ര്യങ്ങളും പരിഹരിച്ചു കൊടുക്കാൻ ആവശ്യമായ അടിസ്ഥാന ട്രെയിനിങ് ഈ സ്ഥാപനത്തിൽ നിന്ന് നൽകുകയാണ്. സ്വർഗം കൊണ്ട് മുന്നറിയിപ്പ് ലഭിച്ച 10 സ്വഹാബികളിൽ ഒരാളാണ് സഅദിൻ, സഈദിൻ, സുബൈറിൻ, ത്വൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബിൻ ഔഫിൻ ആശിരിൽ കറമി. ആ ഇബ്നു ഔഫ് എന്ന് പറഞ്ഞത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളാണ്. ആ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളാണ് സ്വഹാബികളുടെ കൂട്ടത്തിൽ നിന്ന് അവസാന സ്വർഗത്തിലേക്ക് കടക്കുക. എന്താ കാരണം? ബാക്കിയുള്ള കുറെ സ്വഹാബികളെല്ലാം ഉണ്ട്, അവരെല്ലാം പോയിട്ടേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ കടക്കൂ. കാരണം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കും, ഓ ബിലാലെ, നിങ്ങളുടെ സ്വത്ത് എത്ര ഉണ്ടായിരുന്നു? ബിലാൽ തങ്ങൾ പറയും, എന്റെ കയ്യിൽ ഒരു പടത്തൊപ്പിയുണ്ട്, ഒരു പടച്ചട്ടയുണ്ട്, ഒരു പടവാളുണ്ട്, ഒരു ഉടുതുണിക്ക് ഒരു മറുതുണിയും ഇല്ല. ബിലാൽ തങ്ങളോട് ചോദിക്കുമ്പോ ആകെ ഒരു 10ഓ 20ഓ ദീനാറിന്റെ കണക്കേ പറയാനുള്ളൂ. കാൽക്കുലേറ്ററിന്റെ ആവശ്യമില്ല, കണക്ക് കൂടുതൽ പറയാനുള്ള ആവശ്യമില്ല. ബിലാൽ തങ്ങളുടെ ഹിസാബ് കഴിഞ്ഞുപോയി. യാ അബാ ഹുറൈറ, അബൂ ഹുറൈറ തങ്ങളോട് ചോദിക്കും, നിങ്ങൾക്ക് എത്ര സ്വത്തുണ്ടായിരുന്നു? മിൻ ഐന ഇക്തസബഹു, എവിടുന്നാണ് അത് കിട്ടിയത്? വഫീമ അൻഫഖ, എന്തിലാണ് ചെലവഴിച്ചത്? കണക്ക് പറയാൻ ഒരു കാൽക്കുലേറ്ററിന്റെ ആവശ്യം അബൂ ഹുറൈറ തങ്ങൾക്കില്ല. അതേ സമയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ അങ്ങനല്ല, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ അങ്ങനല്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്ന സ്വഹാബികളിൽ അവസാനത്തതാവാനുള്ള കാരണം കണക്കു പറഞ്ഞു തീരാൻ എടുക്കുന്ന സാവധാനമാണ്. ഉസ്താദ് അവർകൾ, ബഹുമാനപ്പെട്ട CA അബ്ദുറഹ്മാൻ ഉസ്താദ് അവർകൾ, മുതുവല്ലൂർ ഉസ്താദ്, അതുപോലെ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ തരുവറ ഉസ്താദ്, നെല്ലിക്കുത്ത് ഉസ്താദ്, PMK ഉസ്താദ്, ഔലപ്പ് ഉസ്താദ്, ബഹുമാനപ്പെട്ട സുലൈമാൻ സഖാഫി വടപുറം ഉസ്താദ്, അവരെല്ലാം ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയവരും ഞങ്ങളോടൊപ്പം ഉള്ള ബഹുമാനപ്പെട്ട ശൈഖുനാ തന്നല ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. എല്ലാ ഗുരുവര്യന്മാരും ഞങ്ങൾക്ക് നൽകിയത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള തഅളീമാണ്, അവിടുത്തോടുള്ള മഹബ്ബത്താണ്. അതിനേക്കാൾ വലിയൊരു സമ്മാനം ലോകത്ത് തരാനില്ല. അതുകൊണ്ടാണ് വറളഅതു അബ്നായി ഹവാല അഹ്മദി, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകി, ഞങ്ങളെ താലോലിച്ച് ആശീർവദിച്ച് വലത്തും ഇടത്തും ഇരുന്ന് ഞങ്ങൾക്ക് ദുആ ചെയ്തു തന്ന മഹാന്മാരാണ്. ഞാൻ പേര് പറഞ്ഞ ഞങ്ങളുടെ ഗുരുവര്യന്മാർ, അവരിൽ നിന്ന് മറമാടപ്പെട്ടവരുടെ ദറജ ഉയർത്തണം അല്ലാഹുവേ. അവര് ഞങ്ങളെ പോറ്റി വളർത്തിയത് പൊന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയാനാണ്. അഅ്ലാഇല്ലീനിൽ അർവാഹുകളുടെ ലോകത്ത്, ആത്മാക്കളുടെ ലോകത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രാത്മാവിന്റെ ചാരത്ത്, ഇമാമുകളുടെ ചാരത്ത് ഞങ്ങളുടെ ഉസ്താദുമാരും ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അവിടെ ഞങ്ങളുടെ ഉസ്താദുമാര് ശിഷ്യന്മാരായ ഞങ്ങളെ കുറിച്ച്, ഈ സ്ഥാപനത്തെ സ്നേഹിച്ച മുഹിബ്ബീങ്ങളെ കുറിച്ച് അതാ കണ്ടില്ലേ, ഞങ്ങൾ ദർസ് നടത്തിയ സ്ഥാപനത്തിന്റെ അങ്കണത്തിൽ തങ്ങളുടെ മദ്ഹ് പറയുന്നു എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്ന ഒരു മജ്ലിസ് ആക്കണം അല്ലാഹ്.
അവിടുത്തെ തലപ്പാവ് പ്രൗഢിയുള്ളതാണ്. ഇടയ്ക്കിടെ എണ്ണയിടാറുണ്ട്. ശേഷം ഒരു തൂവാല കൊണ്ട് ശിരസിൽ മറയ്ക്കാറുണ്ട്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത് കണ്ടാൽ കന്ന സൗബഹു സൗബു സയ്യാത്തിൻ, ഒരെണ്ണ വ്യാപാരിയുടെ തുണിയാണോ അതെന്ന് ആലോചിച്ചു പോകും. നന്നായി തലയിൽ എണ്ണയിടും. ചിലപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജഹറാനയിൽ വെച്ച് ഇഹ്റാം ചെയ്യാൻ വേണ്ടി കുപ്പായം മുഴുവൻ അഴിച്ചു. അരത്തുണി എടുത്തിട്ട് മേൽമുണ്ടിടാൻ നേരം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒന്ന് നോക്കിയപ്പോൾ വാർത്തെടുത്ത പൊന്നുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിരടിയൊന്ന് നോക്കിയപ്പോൾ കന്നഹു ജീദു ദുമ്യത്തിൻ, അതാ വെള്ളി കൊണ്ടുണ്ടാക്കിയ ഒരു പ്രതിമയുടേതുപോലെ, ഒരു ചുളിവുമില്ല, ഒരു മടക്കുമില്ല. എത്ര മനോഹരമായ പിരടിയാണ്, എത്ര മനോഹരമായ ശരീരമാണ്. ചിലപ്പം ഇത് വെള്ളിയാണോ എന്ന് തോന്നും, ചിലപ്പം ഇത് പൊന്നാണോ എന്ന് തോന്നും. അവിടുത്തെ പാദത്തിന്റെ മേലെ വെള്ളം വീണാൽ ചുളിവുകളോ കുഴികളോ ഇല്ല, വെള്ളം ഒലിച്ചു പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാദത്തിൽ അതാ വിരലുകൾ ഓരോന്നും ദൃഢമായതാണ്. അവിടെ പാദത്തിന്റെ അടിയിൽ മാംസമില്ല, അഥവാ ഉയർന്നു നിൽക്കുന്ന ഭാഗത്ത് മനോഹരമായ അവസ്ഥയാണ്. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ നമ്മെ വിട്ടുപിരിഞ്ഞതിൽ നമുക്ക് വേദനയുണ്ട്. പക്ഷേ അവരെത്തിച്ചേർന്നത് സ്വർഗീയ അനുഭവങ്ങളുടെ ലോകത്ത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രാത്മാവിന്റെ സന്നിധിയിലാണെങ്കിൽ നമുക്ക് ആശ്വാസമാണ്, സന്തോഷമാണ്, പ്രതീക്ഷയാണ്. അവര് കൊതിച്ചു ചോദിച്ച് നേരത്തെ പോയവരാണ്. അവര് നമ്മളിൽ നിന്ന് യാത്രയായവരാണ്. അവരതേ ആത്മാക്കളുടെ ലോകത്ത് ആനന്ദിക്കുകയാണ്. അതിൽ ചില ആളുകൾ അല്ലാഹുവോട് അവരുടെ ഹോബികൾ ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. ചില ആളുകൾ ദുആ ചെയ്തു, അല്ലാഹുവേ, മരണപ്പെട്ടു കഴിഞ്ഞാൽ ഖബറിടത്തിലും നിസ്കരിക്കാൻ നീ ആർക്കെങ്കിലും അനുമതി നൽകുന്നുണ്ടെങ്കിൽ എനിക്കതിനുള്ള അവസരം നൽകണമേ എന്ന് ദുആ ചെയ്ത സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു അതാ ആത്മാക്കളുടെ ലോകത്ത് ആരാധനയിലാണ്. അത് അവരുടെ കൽപ്പനയുടെ അനുസരണ എന്ന നിലയിലല്ല, അവർക്കുള്ള ആനന്ദത്തിന് വേണ്ടി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന നിസ്കാരമാണ്. അറിയുമോ, ഉപരിലോകത്തുള്ള ആത്മീയ ലോകത്തെ ജീവിതത്തിൽ ഹദീസിന്റെ ദർസ് നടത്തുന്ന മുഹദ്ദിസുകളുണ്ട്, അവരവരുടെ ഹോബികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വാലിഹീങ്ങളുണ്ട്. ഇതെല്ലാം അയിമ്മത്ത് അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ്. അല്ലാതെ നമ്മെ വിട്ടുപിരിഞ്ഞു പോയവർ എന്നേക്കും നശിച്ചു പോയവരല്ല. അറിയുമോ, ഉഹദിന്റെ രണാങ്കണത്തിൽ പിടഞ്ഞു വീണു മരിച്ചു ബഹുമാനപ്പെട്ട സയ്യിദുന അസദുല്ലിലാഹി ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. ഉഹദിലെ ശുഹദാക്കളെല്ലാം സ്വർഗീയ അനുഭൂതികളുടെ ലോകത്ത് ആനന്ദിച്ചു കഴിയുകയാണ്. ആ സമയത്ത് അവരിങ്ങനെ ഇരുന്ന് രസം പറയുകയാണ്. ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു ഉണ്ട്, മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഉണ്ട്, ശമ്മാസ് ബിൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്, അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അങ്ങനെയുള്ള മഹാന്മാരായ സ്വഹാബികൾ സ്വർഗീയ ലോകത്ത് ആനന്ദങ്ങളിൽ ആർഭാടങ്ങളിൽ ഇങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ്. അപ്പോഴൊരു വർത്തമാനം, നമ്മളെ കൊന്നുകളഞ്ഞ ആളുകളുണ്ടല്ലോ, നമ്മോട് പോരടിച്ച ആളുകൾ, അവര് വിചാരിക്കുകയാണ് നമ്മളെ പരാജയപ്പെട്ടു പോയി എന്ന്, നമ്മൾ കൊല്ലപ്പെട്ടു പോയതിനാൽ നമ്മൾ തോറ്റുപോയി എന്ന്. യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെ അടിച്ചു പൊളിച്ച് രസിക്കുകയാണല്ലോ, നമ്മൾ ഇങ്ങനെ ആനന്ദിക്കുകയാണ് എന്ന ഒരു കാര്യം ലോകത്തുള്ളവരോട് ആരാണെന്ന് പറയുക എന്ന് സ്വർഗീയ സദ്യകൾക്കിടയിൽ നിന്നുകൊണ്ട് മഹാന്മാരായ ശുഹദാ ചർച്ച ചെയ്യുകയാണ്. ആ സമയത്ത് ജല്ല ജലാലായ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങളുടെ കാര്യം ഞാൻ തന്നെ ജനങ്ങളോട് അറിയിച്ചേക്കാം. അങ്ങനെയുള്ള ഒരു അറിയിപ്പാണ് ഖുർആൻ വഴി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിത്തരുന്നത്. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട ആളുകൾ
അവരെന്നേക്കുമായി മരിച്ചുപോയി എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അവരല്ലാഹുവിങ്കിൽ ജീവിക്കുകയാണ്, അവരാനന്ദത്തോടെ കഴിയുകയാണ്, അവര് വിഭവങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം വിശദീകരിക്കുമ്പോൾ ഉഹദിൽ കൊല്ലപ്പെട്ട ശുഹദാക്കളുടെ ആനന്ദ മുഹൂർത്തത്തിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രഖ്യാപനത്തിന്റെ പുലർച്ചയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്ത് ഓതിത്തരുന്നത്. അങ്ങനെ അവര് ആനന്ദത്തോടെ കഴിയുകയാണ്. അഅലാ ഇല്ലീനിൽ ഒരു സന്തോഷവേളയിലാണ്. നമ്മൾ യാസീൻ ഓതാറുണ്ടല്ലോ, യാസീനിൽ തന്നെ നമ്മൾ പാരായണം ചെയ്യുന്നുണ്ട്. ഹബീബുൻ നജ്ജാർ എന്നവർ കൊല്ലപ്പെടുകയാണ്, അവരുടെ ആത്മാവ് ഉപരിലോകത്തേക്ക് ഉയരുകയാണ്. അപ്പൊ മഹാനവറുകൾക്ക് തോന്നാണ്, എന്നെ കൊന്ന ആളുകൾ വിചാരിച്ചു അവർ വിജയിച്ചു എന്ന്. യഥാർത്ഥത്തിൽ ഞാൻ ഇങ്ങനെ സന്തോഷത്തിലാണ്. ഈ വാർത്ത അവരൊന്നറിഞ്ഞിരുന്നെങ്കിൽ യാ ലൈത ഖൗമീ യഅലമൂൻ ബിമാ ഗഫറ ലീ റബ്ബീ വജഅലനീ മിനൽ മുക്രമീൻ. എന്നെ കൊന്ന ജനങ്ങളൊന്നറിഞ്ഞിരുന്നുവെങ്കിൽ ഞാനിവിടെ സന്തോഷത്തിലാണ്. ബിമാ ഗഫറ ലീ റബ്ബീ, എനിക്കെന്റെ റബ്ബ് പുറത്തു തന്ന കാര്യം അവരൊന്നറിഞ്ഞിരുന്നുവെങ്കിൽ വജഅലനീ മിനൽ മുക്രമീൻ, അനുഗ്രഹങ്ങളുടെയും ആദരവുകളുടെയും ലോകത്താണ് ഞാനുള്ളത് എന്ന് എന്നെ കൊന്ന ആളുകളൊന്നറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഹബീബുൻ നജ്ജാർ എന്നവർ കൽപ്പിച്ചത് അല്ലെങ്കിൽ ചിന്തിച്ചത് ഖുർആൻ നമുക്ക് ഓതിത്തരുകയാണ്. നിത്യേന നമ്മൾ സൂറത്ത് യാസീനിൽ ഓതുകയാണ്. പറഞ്ഞു വരുന്നത്, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ എന്നേക്കും അവസാനിച്ചവരല്ല, അവരാത്മാക്കളുടെ ലോകത്ത് ആനന്ദത്തിൽ ആറാടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഓ അസ്മായെ, സലാമൊന്ന് മടക്കണം, ആ കേൾക്കുന്ന സലാമിനൊന്ന് പ്രത്യഭിവാദ്യം ചെയ്യണം. അത് വേറെ ആരുമല്ല സലാം ചൊല്ലുന്നത്, അത് നിങ്ങളുടെ ഭർത്താവ് ജഅഫറാണ്. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിന്റെ ആനന്ദങ്ങളിൽ പാറിക്കളിക്കുകയാണ്. അപ്പോഴാണ് അസ്മാ ബീവി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, ഞാനത് ജനങ്ങളോട് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിനെ കുറിച്ച് എൻ്റെ എന്തെങ്കിലും ആത്മീയ അനുഭവം പറയുകയാണെന്ന് വിചാരിക്കും. അവിടുന്ന് തന്നെ ലോകത്തോടൊന്ന് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ കയറി, എന്നിട്ട് ഹംദും സനാഉം ഒക്കെ ചൊല്ലി, എന്നിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞതാണ്, ജഅഫർ അതാ സ്വർഗീയ ആനന്ദത്തിൽ ആറാടി കളിക്കുകയാണ്, സന്തോഷത്തോടെ പാറുകയാണ്. യതീറു ബിജനാഹൈഹിൽ ജന്ന, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മഹത്തുക്കൾ ആത്മീയ അനുഭൂതികളുടെ ലോകത്ത് ആനന്ദത്തിൽ കഴിയുകയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ മഹാന്മാരായ ഗുരുവര്യന്മാർ, മശായിഖുമാർ, അവർ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയി. ഈ സദസ്സിനെ കണ്ട് സന്തോഷിച്ച് കൂടെയുള്ളവരോട് സന്തോഷം പങ്കുവച്ച് സ്വാലിഹീങ്ങളുടെ അർവാഹികളുടെ ലോകത്ത് മഹാന്മാരായ ഇമാമുകൾ, മുസന്നിഫുകളോടൊപ്പം സന്തോഷിക്കുന്ന അവസ്ഥ അവർക്ക് നീ നൽകണം അല്ലാഹ്. അപ്പൊ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ അവരെന്നേക്കും അങ്ങ് പോയതല്ല, അവര് മറ്റൊരു ലോകത്ത് സന്തോഷത്തോടുകൂടി കഴിയുകയാണ്. അവിടുത്തെ വർത്തമാനങ്ങൾ പറഞ്ഞാൽ ഏറെ മണിക്കൂറുകൾ പറയാനുണ്ട്. മഹാന്മാരായ അയിമ്മത്ത് എഴുതി വെച്ചത് മാത്രം പറയാനുണ്ട്. അവരെല്ലാവരും ആനന്ദങ്ങളുടെ ലോകത്താണ്. എന്നാൽ അവരുടെ എല്ലാം നേതാവാണ് സയ്യിദുൽ വജൂദി വൽ കായിനാത്തി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് മുഴുവനും ചലനങ്ങളെ അറിയാൻ സവിശേഷമായ ഒരു ജീവിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങളെയും ചലനങ്ങളെയും സാക്ഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട അബുൽ ഖൈർ അത്തൈനാത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്,
ഞാൻ മദീനയിലെത്തി. 3-4 ദിവസങ്ങൾ കഴിഞ്ഞു. പട്ടിണിയിലാണ്, ഭക്ഷണമൊന്നും കിട്ടാനുള്ള ഒരു വഴിയുമില്ല. ഉടനെ ഞാൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിൽ ചെന്നുകൊണ്ട് മുത്തൊളി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, അവിടുത്തെ മദീനയിലേക്ക് വന്ന ഒരു സ്നേഹിയാണ്, വിശന്നു കഴിയുകയാണ്. ഞാൻ എൻ്റെ വിശപ്പ് ആവലാതി അറിയിക്കുകയാണ്. ഉഫൂദുൻ വസുവാറുൻ വളിയാഫു ഹളറതി വദുരിയത്തുൻ ജിനാക ബിശൗഖി വൽഹുബ്ബി എന്ന് അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട അബുൽ ഖൈറത്ത് തൈനാത്തി റഹ്മത്തുള്ളാഹി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിൽ ചെന്നുകൊണ്ട് പറയുകയാണ്, ഞാൻ അവിടുത്തെ സന്നിധിയിലെ സഹസഞ്ചാരിയാണ്, സന്ദർശകനാണ്, എനിക്ക് വിശക്കുന്നു നബിയേ. ഇത് പറഞ്ഞിട്ട് ഞാൻ റൗളയിലേക്ക് കടന്നു. അവിടെ ഒന്ന് നിസ്കരിച്ചിട്ടിരുന്നൊന്നും മയങ്ങിപ്പോയി. ആ മയക്കത്തിലാണ് അതാ വരുന്നു റഹ്മത്തുൽ ലിൽ ആലമീൻ സാഹിബു തർഫിൽ കഹീൽ വൽ ഖദ്ദിൽ ലസീൽ വസ്സംസം വസ്സൽസബീൽ മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സദസ്സൊക്കെ നല്ലൊരു ഉണർവോടുകൂടി സ്വലാത്ത് ചൊല്ലിയാൽ നമ്മുടെ ആത്മീയ സദസ്സിന് ഒന്നുകൂടി സന്തോഷമായിരിക്കും. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ മയക്കത്തിൽ എൻ്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. എൻ്റെ കയ്യിലേക്ക് ഒരു റൊട്ടി എടുത്ത് മുത്തുനബി തങ്ങൾ തരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ ഒരു റൊട്ടി എടുത്ത് എൻ്റെ കയ്യിലേക്ക് തന്നു. അതിൻ്റെ പകുതി ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്ക് മയക്കത്തിൽ നിന്ന് ഉണർന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ബാക്കിയുള്ള റൊട്ടിയുണ്ട്. മദീനയിൽ ചെന്ന് ഞാൻ ആവലാതി പറഞ്ഞത് ആരോടാണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളോട് എൻ്റെ വേദനയും എൻ്റെ വിശപ്പും അങ്ങ് പങ്കുവച്ചപ്പോ ഉടനെ തന്നെ പരിഹാരം വരികയാണ്. ഇന്നാ അർസൽനാക ഷാഹിദാ, ലോകത്തിന് മുഴുവനും സാക്ഷിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ സാക്ഷിയാണ്. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. ബുഖാരി ഷരീഫിന്റെ മറ്റു വ്യാഖ്യാനങ്ങളിലും കാണാം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ അവിടുത്തെ സാക്ഷിത്വത്തിന്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ അബൂബക്കർ അർ-റാസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ഇസ്ഫഹാനിൽ അബൂ നുഐം റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഹദീസ് ഞാൻ ഇംലാ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട അബൂബക്കർ അർ-റാസി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഇസ്ഫഹാനിൽ അബൂ നുഐം റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഹദീസ് ഇംലാ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എനിക്കൊരു വാർത്തയെത്തിയത്, അബൂബക്കർ ഇബ്നു അലി എന്ന വലിയ പണ്ഡിതൻ ആരോപണത്തിന് വിധേയനായി ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അബൂബക്കർ ഇബ്നു അലി റളിയല്ലാഹു അൻഹു വലിയ മുഹദ്ദിസാണ്, വലിയ മുഫ്തിയാണ്. മഹാനവറുകളുടെ വീട്ടിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ വരികയാണ്, ഫത്വ ചോദിച്ചു വരികയാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ അവലംബിക്കുന്ന ഒരു ആലിമായപ്പോൾ മറ്റു ചില ആളുകൾക്ക് അസൂയയായി. മഹാനായ അബൂബക്കർ ഇബ്നു അലി എന്നവരെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു ഭരണാധികാരിയെ തെറ്റിദ്ധരിപ്പിച്ചു. അങ്ങനെ മഹാനവറുകളെ ജയിലിൽ അടച്ചു.
ബഹുമാനപ്പെട്ട അബൂബക്കർ റാസി അവർക്കറിയാം, മഹാനായ അബൂബക്കർ ഇബ്നു അലി കുറ്റക്കാരനല്ല എന്നറിയാം. ഞാൻ അങ്ങനെ വലിയ വിഷമത്തിലായി. അബൂബക്കർ റാസി എന്നവര് പറയാണ്, എനിക്ക് വലിയ വിഷമമായി. ഈ അബൂബക്കർ ഇബ്നു അലി എന്നവരൊന്ന് ജയിൽ മോചിതനായി കാണണമല്ലോ. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്തു. അദ്ദേഹത്തിന്റെ ജയിൽ മോചനത്തിന് വേണ്ടി ഞാൻ അങ്ങ് ദുആ ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്നു രാത്രിയിൽ അതാ വരുന്നു റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ അബൂബക്കർ റാസി എന്നവരോട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുകയാണ്, ഓ അബൂബക്കറേ, നിങ്ങൾ അബൂബക്കർ ഇബ്നു അലിയോട് പറയണം, ഖുല്ലഹു യദ്ഉ ദുആഅൽ കർബില്ലദീ റവാഹുൽ ബുഖാരി. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിച്ച ദുആഉൽ കർബ് ചൊല്ലാൻ അവരോട് പറയണം. അത് ചൊല്ലിക്കഴിയുമ്പോൾ അവർക്ക് ജയിൽ മോചനം ലഭിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഈ ദുആ ഒന്ന് ചൊല്ലാൻ ഇമാം ബുഖാരി തങ്ങൾ നിവേദനം ചെയ്ത ദുആഉൽ കർബ് ചൊല്ലാൻ നിങ്ങൾ ആരോട് പറയണം? അബൂബക്കർ ഇബ്നു അലിയോട് പറയണം. അവർ സലാമത്താകാനുള്ള വഴിയാണ്. പ്രിയമുള്ളവരെ, ഇത് വായിക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതെല്ലാം കൺമുന്നിൽ കണ്ടിരിക്കുന്നത് പോലെയാണ്. അബൂബക്കർ ഇബ്നു അലി എന്നവർ ജയിലിൽ കുടുങ്ങിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയാം. അബൂബക്കർ റാസി അതിന്റെ പേരിൽ വിഷമിക്കുന്നതും മുത്തുനബി തങ്ങൾക്കറിയാം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹിൽ ഉദ്ധരിച്ച ദുആഉൽ കർബ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയാം. ഈ ദുആഉൽ കർബ് ഒന്ന് പറഞ്ഞു കൊടുക്കാനും ഓർമ്മപ്പെടുത്താൻ അബൂബക്കർ ഇബ്നു അലി എന്നവർക്ക് അറിയാത്ത കാര്യമല്ല, സന്ദർഭോചിതമായി ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്. ഇവിടെ എല്ലാ രംഗങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം തങ്ങൾ ഈ രംഗങ്ങൾക്കെല്ലാം സാക്ഷിയാണ്. ഇന്നാ അർസൽനാക ഷാഹിദാ, ഈ ലോകത്തിന് മുഴുവനും സാക്ഷിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുപോലെ ഓരോ വിവരങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട അബൂബക്കർ റാസി ഈ വിവരം അബൂബക്കർ ഇബ്നു അലി എന്നവരെ അറിയിച്ചു. മഹാനവറുകൾ വൈകാതെ ജയിൽ മോചിതനാവുകയും ചെയ്തു. ആ ജയിൽ മോചിതനാകാനുള്ള കാരണം അതിന്റെ വ്യാഖ്യാനങ്ങളിൽ നമുക്ക് കാണാം. ഭരണാധികാരിക്ക് കിട്ടിയ ഒരു സന്തോഷ വാർത്ത തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെയും ഇടപെടുകയാണ്. ഇതുപോലെ എല്ലാ രംഗങ്ങളെയും ചലനങ്ങളെയും അറിയുന്ന നേതാവാണ്. യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ഷാഹിദാ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ലോകത്തുള്ള ചലനങ്ങൾക്ക് മുഴുവനും സാക്ഷിയായി നിയോഗിച്ചിരിക്കുകയാണ്. കാരണം നാളെ അല്ലാഹുവിങ്കൽ നമ്മുടെ ഓരോ ചലനങ്ങളെയും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുകൂലമായോ പ്രതികൂലമായോ സാക്ഷി പറയേണ്ട ഉത്തരവാദിത്വമുള്ളവരാണ്. ഈ ആശയമുള്ള ആയത്തങ്ങ് ഓതിയപ്പോഴാണ് വജിനാ ബിക അലാ ഹൗലാഇ ഷഹീദാ, ഈ ആയത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് കരയുകയാണ്. അതും ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഹദീസിൽ കാണാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തിനാണ് തങ്ങളെ അവിടുന്ന് കരയുന്നത്?
അപ്പോഴാണ് പറഞ്ഞത്, എൻ്റെ മുന്നിലുള്ളവരും ഞാനിപ്പോൾ ഒപ്പം കഴിയുന്നവരും അല്ലാത്തവരുമായ ആളുകൾക്ക് ഞാൻ സാക്ഷിയാണെന്ന പ്രസ്താവനയാണ് ഈ ആയത്തിലുള്ളത്. അതൊരു വലിയ ഉത്തരവാദിത്വമാണല്ലോ. ആ ഉത്തരവാദിത്വത്തിന്റെ വ്യാപ്തിയോർത്ത് കരയുകയാണെന്ന് ഖാദിമായ ബഹുമാനപ്പെട്ട സയ്യിദുനാ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ലോകാവസാനം വരെയുള്ള ചലനങ്ങളുടെ സാക്ഷിയാണ്. സബ്സെ അഅ്ലാ വ ഔലാ ഹമാരാ നബി अपने मौला का प्यारा हमारा नबी दोनों आलम के दूल्हा हमारा नबी. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ ഇരു ലോകത്തിൻ്റെയും നായകരാണ്. ജമീൻ മേ ഓ മുഹമ്മദ് ഹേ ഓ അഹ്മദ് ആസമാനോ മേ. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ കരുണാർദ്രമായ റഹ്മത്തിന്റെ അഭിധാനമാണ് ഈ ലോകത്തുള്ള ആഭിമുഖ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യത്തിന്റെ അഭിധേയമാണ് ഈ ലോകത്തിന്റെ സംബോധനകളുടെ മുഴുവനും മൂല്യം. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ കാരുണ്യത്തിന്റെ വിധാനത്തിൽ നിന്ന് കരുണയുടെ അരുണ സ്പർശങ്ങൾ നൽകി പ്രപഞ്ചത്തിന് മുഴുവനും തലോടുന്നതിന് വേണ്ടിയാണ് ഈ ഉലകത്തിൽ വന്നത്. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപരിലോകത്തേക്ക് ഉയരുമ്പോൾ അത് ഔദ്യോഗികതയുടെ പ്രഖ്യാപനമാണ്. ജമീൻ മേ ഓ മുഹമ്മദ് ഹേ. റഹ്മത്തിലുള്ള മീമ് കൊണ്ട് തുടങ്ങുന്ന മുഹമ്മദീയ നാമത്തിന്റെ നിർവഹണമാണ് ഈ ഭൂമിയിൽ മുത്തുനബി തങ്ങൾ നടത്തിയത്. എന്നാൽ അല്ലാഹുവിലേക്ക് അടുക്കുമ്പോൾ അത്തഖാകും ബില്ലാഹി വഅഖ്ശാകും ബിഹി അനാ, അല്ലാഹുവിലേക്കുള്ള വിസ്വാലിന്റെ വിലാസമാണ്, അവിടെയുള്ള ഖുല്ലത്തിന്റെ വിലാസമാണ് അഹ്മദ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ജമീൻ മേ ഓ മുഹമ്മദ് ഹേ ഓ അഹ്മദ് ആസമാനോ മേ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂമി ലോകത്ത് മുഹമ്മദീയ ദൗത്യത്തിന്റെ നിർവഹണമാണ് നടത്തിയിട്ടുള്ളത്. ആകാശ ലോകത്ത് ചെല്ലുമ്പോ ഫദനൗത ഔ അദ്നാ വനിൽ തഅമീമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിലേക്ക് ചേരുകയാണ്. ഈ ലോകത്തുനിന്ന് യാത്ര വേണമോ എന്ന് ചോദിച്ചപ്പോ മുത്തുനബി തങ്ങൾ പറഞ്ഞ മറുപടി, എന്നെ മരിപ്പിച്ചോളൂ എന്നല്ല, എന്റെ റൂഹ് പിടിച്ചോളൂ എന്നല്ല, അർറഫീഖൽ അലാ, അത്യുന്നതങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടി ഞാൻ വരികയാണ്. അത് അല്ലാഹുവിനോടുള്ള മുറാഖബയുടെ ഏറ്റവും അമൂർത്തമായ ഏറ്റവും ഉന്നതമായ ഒരു വിധാനത്തിലേക്ക് ഞാൻ വരാൻ ആഗ്രഹിക്കുന്നു. അതാണ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് വായിച്ചാൽ അറിയാം. ലൗ കുന്തു മുത്തഖിദൻ ഖലീലൻ ലത്തഖൽതു അബൂബക്കറിൻ ഖലീലാ. എനിക്കൊരു ഖുല്ലത്തിന്റെ മഖാമ് ആർക്കെങ്കിലും കൊടുക്കാൻ എനിക്ക് കഴിയുമായിരുന്നെങ്കിൽ അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ട കൂട്ടുകാരനായ സിദ്ദീഖ് തങ്ങൾക്ക് നൽകിയേനെ. പക്ഷേ എന്റെ മനസ്സിലെ പ്രണയത്തിന്റെയും അടുപ്പത്തിന്റെയും ആഴിയിൽ നിന്നുള്ള ആത്മബന്ധങ്ങളും അടുപ്പവും മുഴുവനും സ്വാഹിബുക്കും ഖലീലുല്ലാഹ്, അല്ലാഹുവിലേക്ക് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഖുല്ലത്തിന്റെ മഖാമിലെത്തുമ്പോ അത് മുഹമ്മദീയമായ കാരുണ്യത്തിന്റെ നിർവഹണമല്ല, അഹ്മദീയമായ ആരാധനയുടെ നിർവഹണമാണ്. അത് അഹദിലേക്ക് ലയിക്കാനുള്ള പദവിയാണ്. അല്ലാഹുവിലേക്ക് ലയിക്കുന്ന അത്യുന്നതങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് അഹ്മദ് എന്നാണ്.
സൃഷ്ടികൾക്ക് വേണ്ടി ലോകത്തെ ദൗത്യ നിർവഹണം നടത്തുമ്പോൾ ഇവിടെയുള്ള വിലാസം അത് മുഹമ്മദീയമായ കാരുണ്യത്തിന്റെ നിർവഹണമാണ്. അതാണ് ഇമാമെ അഹ്മദ് റിളാ ഖാൻ ഫാദിലെ ബറേൽവി തങ്ങൾ പറയുന്നത്, ജമീൻ മേ ഓ മുഹമ്മദ് ഹേ, ഈ ഭൂമി ലോകത്തെ വിലാസം മുഹമ്മദ് എന്നാണ്. വഅഹ്മദ് ആസ്മാനോ മേ, വാനലോകത്ത് അഹ്മദ് എന്നാണ് അവിടുത്തെ വിലാസം. മദീന രാജധാനി ഹേ, മദീനയാണ് തലസ്ഥാനം. ദോ ആലം പർ ഹുകൂമത്ത് ഹേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഖബർ ശരീഫിൽ ജീവിച്ചിരിക്കുകയും ചെയ്യുന്നു. അഹ്മദീയമായ വിസാലിന്റെ ഉന്നതിയിൽ ബന്ധപ്പെട്ടുകൊണ്ടുമിരിക്കുന്നു. അതുകൊണ്ട് രണ്ട് ലോകത്തിന്റെയും തലസ്ഥാനമാണ് മദീനത്തു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലം തങ്ങളുടെ മദീന എന്ന് പറയുന്നത് ആത്മീയ ലോകത്തിന്റെയും ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ നന്മകളുടെയും തലസ്ഥാനമാണ്. ആ മദീനയിലേക്കൊന്ന് ചെന്ന് ചേരാൻ, ഒരുപാട് തവണ അവിടുത്തെ സവിധത്തിലൊന്നണയാൻ, അവസാനമെങ്കിലും ആ മദീനയിലെത്തുമ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയുമ്പോൾ അവിടുന്ന് സലാമിന് പ്രത്യുത്തരം നൽകുന്നത് ഒന്ന് കേൾക്കാനുള്ള ഭാഗ്യം നൽകണം. അല്ലാഹ് വമൗതൻ ثم دفنا بالبقيع, അവസാന നിമിഷം മദീനയിലെത്തുമ്പോഴെങ്കിലും ഹബീബായ തിങ്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമൊഴിയിൽ നിന്ന് വഅലൈക്കുമുസ്സലാം ഒന്ന് കേട്ട് ജീവിതമണയാൻ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണം. അല്ലാഹ് സറാപാ ചമൻ ഹേ ദിയാറേ മദീന, ദവാമാശനാ ഹേ ബഹാറേ മദീന. മദീനയെ ആര് വർണ്ണിച്ചാലും അത് വർണ്ണിച്ച് തീർക്കാൻ പറ്റൂല. മദീനയെ കുറിച്ച് ആര് പറഞ്ഞാലും പറഞ്ഞു തീർക്കാൻ പറ്റൂല. എന്തൊരു സൗന്ദര്യമാണ് മദീനക്ക് പറയാനുള്ളത്. അതിലെ മണ്ണിന്റെ സൗന്ദര്യമൊന്ന് വർണ്ണിച്ച് തീർക്കാനും ലോകത്തുള്ള മുഴുവൻ പ്രകീർത്തകന്മാർക്കും കഴിഞ്ഞിട്ടില്ല. അത് പ്രണയത്തിന്റെ തലസ്ഥാനമാണ്. അത് അനുരാഗത്തിന്റെ ആത്മാവ് ചേർത്ത് വെച്ച ആസ്ഥാന നഗരിയാണ്. അതിനെക്കുറിച്ച് എന്തു പറയാനാണ്? തിരിച്ചു വരാമ ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലം തങ്ങൾ ആസുരതയുടെ കാലത്ത് ആത്മീയതയെ ആഗ്രഹിക്കുന്നവർ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. നമ്മുടെ എല്ലാമായ ശൈഖ് ആരാണ്? നമ്മുടെ ആത്മീയ മോചനത്തിന്റെ സാരഥ്യം എവിടെയാണ്? ഇത് ആത്മീയ സമ്മേളനമാണ്. ഇത് ജാടകളുടെ ആത്മീയ സമ്മേളനമല്ല. ഏതെങ്കിലും പ്രാന്തമായ വന്യതയുടെ ആത്മീയ സമ്മേളനമല്ല. ഇവിടെ ഇരിക്കുന്നത് അറിവിന്റെ അക്ഷയഖനികളായ പണ്ഡിത നേതാക്കന്മാരാണ്. ഇവിടെ ഇരിക്കുന്നത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതേ പരമ്പരയിൽ പേരമക്കളിൽപ്പെട്ട സാദാത്തുക്കളാണ്. ഇതാണ് നമ്മുടെ ആത്മീയ അവലംബം. ആലിമീങ്ങളല്ലാത്ത, പണ്ഡിതന്മാരല്ലാത്ത, മഹാന്മാരായ സാദാത്തുക്കളല്ലാതെ നമുക്ക് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ആത്മീയ ആശ്രയങ്ങൾ വേറെ ആരാണ്? എവിടെങ്കിലും ജടകുത്തിയിരിക്കുന്ന വന്യതകളുള്ള ആളുകളെ ആത്മീയ ഗുരുവാവുള്ളൂ എന്ന് തെറ്റിദ്ധരിച്ചവരെ, നമ്മുടെ ഈ സമുദായത്തിലെ അത്യുന്നതന്മാരായ ഔലിയാക്കളാരാണ്? മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമുകൾ ഈ സമുദായത്തിലെ അത്യുന്നതരായ ഔലിയാക്കളാണ്. ഈ സ്ഥാപനം അറിയപ്പെടുന്നത് ഔലിയാക്കളുടെ മുൻനിരയിലുള്ള നേതാവായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ പേരിലാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു എത്ര വലിയ വിലായത്തിന്റെ അത്യുന്നത പദവിയിലുള്ളവരാണ്. ആലിമീങ്ങളുടെ കറാമത്തുകളെ മറികടക്കാൻ ലോകത്തൊരു കറാമത്തിനും സാധ്യമല്ല. സാധാരണക്കാരായ ആളുകൾ ഏതെങ്കിലും ഒരാളുടെ മുന്നിൽ പോയി രോഗം മാറിയാൽ ഇയാൾ ഔലിയ
ഔലിയാണെന്ന് തെറ്റിദ്ധരിച്ചു പോകും. കാണാതെ പോയ സാധനം കിട്ടിയാൽ ഇയാൾ വലിയ വലിയാണെന്ന് മനസ്സിലാക്കി പോകും. എവിടെങ്കിലും ജട കുത്തിയിരുന്നാൽ അയാൾ വലിയാണെന്ന് തെറ്റിദ്ധരിച്ചു പോകും. എന്നാൽ അറിയുമോ, ഏറ്റവും വലിയ ഔലിയാക്കൾ ഉലമാക്കളാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആരാണ്? അസ്ഹുൽ കുതുബി ബഅദ കിതാബില്ലാഹ്. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സ്വീകാര്യയോഗ്യമായ ഗ്രന്ഥമേതാണ്? ഇവിടെ ഏത് തർക്കവാദങ്ങൾ ഉന്നയിക്കുന്നവർക്കും തർക്കമില്ലാത്ത മറുപടി അസ്ഹുൽ കുതുബി ബഅദ കിതാബില്ലാഹ് സഹീഹുൽ ബുഖാരി. സഹീഹുൽ ബുഖാരി ലോകം അംഗീകരിച്ച ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ആധികാരികമായ ഗ്രന്ഥമാണ്. ബുഖാരി ഇമാമിന്റെ ഏറ്റവും വലിയ കറാമത്താണത്. അതിനെ മറികടക്കുന്ന ഒരു കറാമത്ത്, അതിനെ മറികടക്കുന്ന ഒരു ജാലവിദ്യ കൊണ്ടുവരാൻ ഒരു വിദ്യക്കാരന് സാധ്യമല്ല. പണ്ഡിതന്മാരുടെ കറാമത്ത് വ്യാജന്മാരുടെ നടപടി കൊണ്ട് മറികടക്കാൻ പറ്റാത്തതാണ്. അതേ സമയത്ത് വൈജ്ഞാനികമല്ലാത്ത കറാമത്തുകൾ വേറെ ഒരാൾക്ക് ചെയ്യാം. ഒരാളുടെ രോഗം മാറുക കറാമത്ത് കൊണ്ടും ഉണ്ടാവാം, ചിലപ്പോൾ കൺകെട്ട് വിദ്യ കൊണ്ടും ഉണ്ടാവാം. കാണാതെ പോയ സാധനം കിട്ടി, അങ്ങനെയുള്ള ചില സാധാരണ കാര്യങ്ങൾ അത് ശരിയായ വഴിക്കുണ്ടാകാം, ശരിയല്ലാത്ത വഴിയിലുണ്ടാകാം. അതേ സമയത്ത് ആലിമീങ്ങളുടെ ഇൽമിന്റെ കറാമത്തിനെ മറികടക്കാൻ ഒരു വേലവിദ്യക്കും സാധ്യമല്ല, ഒരു ജാലവിദ്യക്കും സാധ്യമല്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരി എഴുതിയപ്പോൾ ആയിരക്കണക്കിന് റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ടാണ് സഹീഹുൽ ബുഖാരി എഴുതിയത്. ആയിരക്കണക്കിന് റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു, ആയിരക്കണക്കിന് റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. ഓരോ ഹദീസും ഈ സ്വഹീഹിൽ ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്ത് എഴുതണോ വേണ്ടേ, അത് തീരുമാനിക്കാനുള്ള മാനദണ്ഡം 2 റക്അത്ത് നിസ്കാരമാണ്. അങ്ങനെയെങ്കിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 20,000-ലേറെ റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടാകണം. പ്രിയമുള്ളവരെ, അറിയുമോ, ഇതുപോലെ മഹാന്മാരായ സ്വാലിഹീങ്ങളായ ഇമാമുകൾ കഴിഞ്ഞുപോയി. അവരുടെ പിന്മുറയിൽ നിന്ന് നമുക്കുള്ളവരാരാണ്? അൽഹംദുലില്ലാഹ്, ഇന്ന് നമുക്ക് അവലംബിക്കാൻ പറ്റുന്ന കേരളത്തിലെ പണ്ഡിത പ്രതിഭകളിൽ ഒന്നാം നിരയിലുള്ള അത്യുന്നതരായ നേതാവ് റഈസുൽ ഉലമാ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഈ സ്ഥാപനത്തിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് റഈസുൽ ഉലമാ ഉസ്താദ് അവറുകളാണ്. തവ്വലല്ലാഹു ഉംറഹു മഅസ്സിഹത്തി വൽ ആഫിയ. ഈ സ്ഥാപനത്തിന്റെ എല്ലാ നിർണായക തീരുമാനങ്ങളും ശൈഖുനാ തന്നലെ ഉസ്താദ് അവറുകൾ മുഷാവറ ചെയ്യുന്നത് സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവറുകളോടാണ്. ഇതുപോലെയുള്ള വലിയ വലിയ മഹാന്മാരായ സ്വാലിഹീങ്ങൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു വലിയന്റെ, ഒരു പണ്ഡിതന്റെ അടുക്കൽ എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒന്നാം നിരയിലുള്ള നേതാക്കന്മാരാണ് റഈസുൽ ഉലമ അടക്കമുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ. അവരുടെ തണലിലും സാരഥ്യത്തിലുമാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങളുടെ കൃത്യമായ വൈജ്ഞാനിക പരമ്പരയിലൂടെ നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിശദമായി മുന്നോട്ട് ഈ ആയത്തിന്റെ വ്യാഖ്യാനം കൊണ്ടുപോകുന്നില്ല. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദാ. ഈ ലോകത്തിന്റെ മുഴുവൻ ചലനങ്ങളെയും അറിഞ്ഞുകൊണ്ടാണ് അങ്ങ് മദീനയിൽ കിടക്കുന്നത്. നമ്മളെ നാളെ ഖബറിലേക്ക് വെക്കപ്പെടുമ്പോഴും ഓപ്ഷൻ ഇല്ലാത്ത ചോദ്യം ഏത് ചോദ്യമാണ്? അത് മുത്തുനബി തങ്ങളെ കുറിച്ചുള്ള ചോദ്യമാണ്. മഹാന്മാര് പറഞ്ഞ ക്രമങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ മൻ റബ്ബുക ഉത്തരം പറഞ്ഞാലും ഇല്ലെങ്കിലും അടുത്ത ചോദ്യമുണ്ട്. വമൻ ഇമാമുക വമാ ഇമാമുക. ചോദ്യങ്ങളുടെ അവസാനമുള്ള ചോദ്യമേതാണ്? ഇതാരാണെന്ന് നിങ്ങൾക്കറിയുമോ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചു തന്നിട്ട് ചോദിക്കും, ഇതാരാണെന്ന് നിങ്ങൾക്കറിയുമോ? ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാലും ഇല്ലെങ്കിലും പിന്നെ ചോദ്യമില്ല. ഉത്തരം ശരിയാണെങ്കിൽ നീ റാഹത്തായി വിശ്രമിച്ചോ. ആ ചോദ്യം ആരെക്കുറിച്ചുള്ള ചോദ്യമാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ചോദ്യമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ എല്ലാ പുരോഗതിക്കും അടിസ്ഥാനപരമായി വേണ്ടത് അസ്സലാത്തു അലാ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണം. പരമാവധി സ്വലാത്ത് ചൊല്ലണം. നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുന്നുണ്ട്. സ്വലാത്ത് ചൊല്ലുന്ന ഒരാൾ, ദായിമായി സ്വലാത്ത് ചൊല്ലുന്ന ഒരാൾ മദീനയിലേക്ക് ചെന്നാൽ അയാൾക്ക് പ്രത്യേകമായ സ്വീകരണമുണ്ട്. പതിവായി സ്വലാത്ത് ചൊല്ലുന്ന ഒരാൾ മദീനയിലേക്ക് ചെല്ലുകയാണ്. അയാൾ നടന്നുകൊണ്ടാണ് മദീനയിലേക്ക് ചെല്ലുന്നതെങ്കിൽ അയാളെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കാൻ മലക്കുകളുണ്ട്. വാഹനത്തിലാണ് ചെല്ലുന്നതെങ്കിൽ അയാളെ മുസാഫഹ ചെയ്യാൻ മലക്കുകളുണ്ട്. അങ്ങനെ സ്വലാത്ത് പതിവാക്കുന്നവർക്ക് പ്രത്യേക സ്വീകരണമുണ്ട് മദീനയിലേക്ക്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോട് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആവശ്യമുള്ളത് എന്താണ്? അദിമിസ്സലാത്ത അലൻ നബി, ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലം തങ്ങളുടെ മേൽ മുടങ്ങാതെ സ്വലാത്ത് ചൊല്ലണം. കൃത്യമായി നമ്മൾ ഒരെണ്ണം വെച്ച് പതിവാക്കുന്നവരാകണം. പതിവാകുന്ന ഇബാദത്തുകൾക്ക് പ്രത്യേക പരിഗണനയുണ്ടെന്ന് പഠിപ്പിച്ചത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നിത്യേന ഒരു 100 സ്വലാത്ത് ചൊല്ലുന്നവർ, ഒരു 300 സ്വലാത്ത് ചൊല്ലുന്നവർ, ഒരു 313 സ്വലാത്ത് ചൊല്ലുന്നവർ, അങ്ങനെ കൃത്യമായ ഒരെണ്ണം പതിവായി ചൊല്ലിയാൽ അത് മുടങ്ങുന്നതെന്നാണ്. നമ്മൾ മരണപ്പെടുന്ന ദിവസമാണെങ്കിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കും, എല്ലാ ദിവസവും എനിക്ക് 300 സ്വലാത്ത് ചൊല്ലുന്ന മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്തുള്ള അബ്ദുൽ ഖാദറിന്റെ സ്വലാത്ത് ഇന്ന് വന്നിട്ടില്ല. അയാൾക്ക് എന്താണ് വേണ്ടതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്ന് ശ്രദ്ധിക്കുമേ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം നമുക്ക് ശുപാർശ ചെയ്യും. ഇത് അല്ലാമ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു സമാനമായ ആശയത്തിലുള്ള സംഭവങ്ങൾ സ്വലാത്തിന്റെ ഗ്രന്ഥങ്ങളിൽ എഴുതിയതായി കാണാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് മുടങ്ങാൻ പാടില്ല. എന്നും സ്വലാത്ത് ചൊല്ലണം. ഒരു 10 സ്വലാത്തെങ്കിലും ചൊല്ലാത്ത ഒരു ദിവസവും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. ഈ ആത്മീയ സമ്മേളനത്തിന്റെ സമ്മാനമായി നമ്മളെല്ലാം ഇത് ഏറ്റെടുത്താൽ തന്നെ അത് വിജയിച്ചു കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണെന്ന് ആസ്വദിച്ചുകൊണ്ട് ചെല്ലുമ്പോ എന്തു രസമാണ്. മുത്തുനബി തങ്ങൾ കേവലം ഒരു കഥാപാത്രമല്ല, നമ്മുടെ കൽബിന്റെ ഉള്ളിൽ ജീവിക്കുകയാണ്, നമ്മുടെ ചർച്ചകളിൽ ജീവിക്കുകയാണ്. ഇന്നും ലക്ഷോപലക്ഷം ആളുകൾ ചർച്ച ചെയ്യുന്ന വിഷയം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇരിപ്പെങ്ങനെ, തങ്ങളുടെ നടപ്പെങ്ങനെ, തങ്ങളുടെ ചലനമെങ്ങനെ, തങ്ങളുടെ നിശ്ചലനമെങ്ങനെ, ഓരോരുത്തരും ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മോതിരമണിഞ്ഞ കാര്യം സ്വഹാബ അതാ ഇമ്മത്ത് ചർച്ച ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലതു കൈയിലാണോ മോതിരമണിഞ്ഞത്, ഇടതു കൈയിലാണോ മോതിരമണിഞ്ഞത്? മോതിരമണിഞ്ഞപ്പോൾ ഫസ്സുൽ ഖാത്തം അത് എങ്ങോട്ടായിരുന്നു, ഏതു വിധമായിരുന്നു? ഇതെല്ലാം പറയുമ്പോൾ സ്വഹാബത്ത് പറയുന്ന ചില പ്രയോഗമുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകരങ്ങളിൽ ആ മോതിരം കിടക്കുമ്പോഴുള്ള ശോഭ ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ
സ്വഹാബത്ത് പറയാണ്, ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ അതാ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശരീരത്തിലെ രോമങ്ങളിൽ നിന്ന് വെളുത്തത് ഞാൻ എണ്ണി നോക്കി. ഞാൻ അന്ന് എണ്ണിയപ്പോൾ 14 രോമങ്ങൾ അവിടുത്തെ ശിരസിലും ദാടിയിലുമായി നരച്ചിട്ടുണ്ടായിരുന്നേ. വേറെ ഒരു നിവേദനത്തിൽ 17 രോമങ്ങൾ. എല്ലാ നിവേദനങ്ങളും ക്രോഡീകരിച്ചിട്ട് പറയുന്നു 20-ൽ താഴെ രോമങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശരീരത്തിൽ വെളുത്തതായി ഉണ്ടായിരുന്നത്. അപ്പൊ സ്വഹാബത്ത് മുത്തുനബി തങ്ങളെ എങ്ങനെയാണ് സഹവസിച്ചത്, എങ്ങനെയാണ് കൊണ്ടു നടന്നത്, തങ്ങളെ എങ്ങനെയാണ് താലോലിച്ച് പരിപാലിച്ചത്, അതങ്ങ് ആലോചിച്ചു പോവുകയാണ്. അറിയുമോ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ പറയുമ്പോ ഒരസൂയപ്പെടുത്തുന്ന ജീവിതത്തിന്റെ ഭാഗ്യം കിട്ടിയ ആളാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. പറയാതെ പോകാൻ കഴിയുന്നില്ല. അനസ് റളിയല്ലാഹു അൻഹു ആരാണ്? 10 വയസ്സ് മുതൽ 20 വയസ്സ് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സേവനം ചെയ്യാൻ ഭാഗ്യം കിട്ടിയ മഹാനാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പൊട്ടിത്തെറി പ്രായത്തിൽ ലോക നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ ത്വാഹിറായ സ്വാദിഖായ ത്വയ്യിബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒപ്പം നിന്ന് ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ അനസ് തങ്ങൾ എത്ര വലിയ ഭാഗ്യവാനാണ്. അനസ് റളിയല്ലാഹു അൻഹുവിനെ വായിക്കുമ്പോൾ അസൂയപ്പെടാതിരിക്കാൻ കഴിയൂല. എന്തൊരു വലിയ സൗഭാഗ്യമാണ്. 10 വയസ്സിനും 20 വയസ്സിനും ഇടയിൽ സാധാരണ എല്ലാ കുരുത്തക്കേടും കാണിക്കുന്ന ഒരു പ്രായത്തിൽ ആരുടെ കൂടെയാണ് ജീവിതം, ആരോടൊപ്പമാണ് ഭക്ഷണം, ആരുടെ മേനിക്കാണ് സേവനം, ആരുടെ ചാരത്താണ് സേവനം. ഓ അനസ് തങ്ങളെ എത്ര വലിയ ഭാഗ്യമാണ് ലഭിച്ചു പോയത്. പിന്നെ ഒരു 7 പതിറ്റാണ്ടിലേറെ ജീവിച്ചു അനസ് ബിൻ മാലിക് തങ്ങൾ. എത്ര വലിയ സൗഭാഗ്യമുള്ള നേതാവാണ്. ആ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഞാൻ ഓടിച്ചെല്ലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക്. എന്നിട്ട് പറയും, യാ റസൂലല്ലാഹ് അന ഖുവൈദിമുക ഉനൈസ്. ഞാൻ അവിടുത്തേക്ക് സേവനം ചെയ്ത കുഞ്ഞനസാണ് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം ഞാൻ പറഞ്ഞു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ അർത്ഥത്തിലും നമ്മൾ ഏറ്റെടുക്കണം. നമ്മുടെ ഹൃദയത്തിലേക്ക് വരണം. നമ്മളെ എല്ലാ വഴിക്കും നേർവഴിക്ക് നടത്താൻ സ്വലാത്തിനെ പോലെ വേറെ ഒരു മരുന്നും നമ്മുടെ കയ്യിലില്ല. ഈ ആത്മീയ സമ്മേളനത്തിൽ എനിക്കും നിങ്ങൾക്കും സമ്മാനമായി നൽകാനുള്ളത് സ്വലാത്ത് ദായിമാക്കണം. ഇന്ന് ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ അടുക്കൽ ഈ സദസ്സിലുള്ളൊരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, അദ്ദേഹം ഉപജീവനത്തിന് വേണ്ടി സാധാരണ ജോലി ചെയ്ത് ജീവിക്കുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ദലായിലുൽ ഖൈറാത്ത് പതിവാക്കാറുണ്ട്. മാഷാ അല്ലാഹ്, ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധി അനുഭവിക്കാൻ പ്രയോഗിച്ച മരുന്നാണ്, പതിവാക്കിയ വിറുദാണ് ദലായിലുൽ ഖൈറാത്ത്. മാഷാ അല്ലാഹ്. അതുപോലെ എത്രയോ സാധാരണക്കാര് ദലായിലുൽ ഖൈറാത്ത് പതിവാക്കുന്നു, സ്വലാത്തു ത്വിബ് പതിവാക്കുന്നു, അതുപോലെ വ്യത്യസ്തങ്ങളായ സ്വലാത്തിന്റെ വചനങ്ങൾ പതിവാക്കുന്നവരുണ്ട്. എന്നാൽ നമ്മളും അതുപോലെ ആകണം. സ്വലാത്ത് മുടങ്ങിയ ഒരു ദിവസവും വേണ്ട. അല്ലാഹുവേ, ഞങ്ങൾക്കത് പതിവാക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. രണ്ടാമതായി പറയാനുള്ളത്, ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, തങ്ങളെ
അവിടുത്തെ നാം അയച്ചത് മുബശ്ശിറായി അയച്ചിട്ടുള്ളതാണ്, സുവിശേഷമാണ്. സാധാരണയിൽ നമ്മൾ പറയാറുണ്ട് ബഷീറൻ വ നദീറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുവിശേഷം നൽകുന്ന നേതാവാണ്, താക്കീത് നൽകുന്ന നേതാവാണ്. യഥാർത്ഥത്തിൽ മുത്തുനബി തങ്ങളുടെ താക്കീതും സുവിശേഷമാണ്. കാരണം എന്തേ? ഈ വഴിയിലൂടെ നിങ്ങൾ പോയാൽ അവിടെ പോകുന്ന വഴിയിൽ ഒരു കുഴിയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുന്ന ആൾ അർത്ഥത്തിൽ സുവിശേഷം അറിയിക്കുന്ന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഷീറാകുമ്പോഴും നദീറാകുമ്പോഴും ബഷീറാണ്. വിശദീകരിക്കാനുള്ള സമയം പോരാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്കറിയിച്ചു തന്നു, നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തോ നിങ്ങൾക്ക് സ്വർഗമുണ്ട്, വിജയമുണ്ട്. ഏതു നന്മ ചെയ്താലും നിങ്ങൾക്ക് 10 ഗുണങ്ങളുണ്ട്, 10 നന്മകളുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറയാണ്, അതാ അല്ലാഹു തആല ഒരു സദ്യ ഒരുക്കിയിരിക്കുകയാണ്. അതാ ഉടമസ്ഥൻ വീട് പണിതു, ആ വീട്ടിൽ സദ്യ ഒരുക്കി വെച്ചു. ആ സദ്യയിലേക്ക് വിളിക്കാൻ വേണ്ടി ഒരാളെ ഏർപ്പാടാക്കി. ആ സദ്യയിലേക്ക് വിളിക്കാൻ വേണ്ടി ഏർപ്പാടാക്കിയ ആൾക്ക് നിങ്ങൾ ഉത്തരം ചെയ്താൽ നിങ്ങൾക്ക് ആ വീട്ടിൽ കയറി സദ്യ കഴിക്കാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വീടുണ്ടാക്കിയതാരാണ്? അല്ലാഹു റബ്ബുൽ ആലമീൻ. വീടേതാണ്? സ്വർഗമാണ്. സ്വർഗത്തിലെ സദ്യയാണ്. സദ്യയെ കുറിച്ച് പറഞ്ഞത് ഞാനാകുന്ന ആൾ ക്ഷണിക്കാൻ വന്ന ആളാണ്. എന്റെ ക്ഷണത്തിന് ഉത്തരം ചെയ്താൽ ദഖലദ്ദാറ വഅകല മിനൽ മഅ്ദുബാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു ഒരുക്കി വെച്ച സ്വർഗത്തിലെ സദ്യ വേണോ? എന്റെ കൂടെ നിങ്ങൾ വന്നോളൂ. മൻ അതാഅനി ദഖലൽ ജന്ന. എന്നെ അനുസരിച്ചാൽ നിങ്ങൾ സ്വർഗത്തിൽ കടന്നു. വമൻ അസാനി ഫഖദ് അബാ. എന്റെ കൽപ്പനകളെയും എന്റെ നിർദ്ദേശങ്ങളെയും നിങ്ങൾ പാലിക്കാതിരുന്നാൽ സ്വർഗം വേണ്ടാന്ന് വെച്ചവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞില്ലേ, എല്ലാവരും സ്വർഗത്തിൽ കടക്കും, ഇല്ലാ മൻ അബാ. സ്വർഗം വേണ്ടെന്ന് വെച്ചവരൊഴികെ. ഉടനെ മഹാന്മാരായ സ്വഹാബത്തിന്റെ ചോദ്യമാണ്, വമൻ യഅബാ യാ റസൂലല്ലാഹ്. അല്ലയോ ഹബീബായ തങ്ങളെ, സ്വർഗം വേണ്ടാന്ന് ആരെങ്കിലും പറയുമോ? സ്വർഗം വേണ്ടാന്ന് ആരെങ്കിലും പറയുമോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടിയാണ്, മൻ അതാഅനി ദഖലൽ ജന്ന. എന്നെ അനുസരിച്ചാൽ സ്വർഗത്തിൽ കടന്നു. വമൻ അസാനി ഫഖദ് അബാ. എന്റെ കൽപ്പനകളെ അംഗീകരിക്കാതിരുന്നാൽ സ്വർഗം വേണ്ടെന്ന് പറഞ്ഞവരെ പോലെയാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഷീറാണ്. നിങ്ങൾ ഒരു സ്വലാത്തു ചൊല്ലിയാൽ നിങ്ങൾക്ക് 10 നന്മ നൽകുന്നതാണ്. ലോകത്തൊരു നേതാവിനെയും പോലെയല്ല. മൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ. ആരെങ്കിലും ഒരാൾ എന്റെ മേൽ 10 സ്വലാത്തു ചൊല്ലിയാൽ, ആലോചിച്ച് നോക്ക്, എനിക്ക് നിങ്ങൾ 10 വോട്ട് സംഘടിപ്പിച്ചു തന്നാൽ ഞാൻ MP ആയി പൊയ്ക്കോളാം. എനിക്ക് നിങ്ങൾ 10 വോട്ട് സംഘടിപ്പിച്ചു തന്നാൽ ഞാൻ MLA ആയി പൊയ്ക്കോളാം. എനിക്ക് നിങ്ങൾ 10 വോട്ട് സംഘടിപ്പിച്ചു തന്നാൽ ഞാൻ വാർഡ് മെമ്പറായി പൊയ്ക്കോളാം. നിങ്ങളുടെ വോട്ട് കൊണ്ട് എനിക്ക് കാര്യമുണ്ട്, നിങ്ങൾ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അങ്ങനെയല്ല. മൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ. നിങ്ങൾ ആരെങ്കിലും എനിക്ക് ഒരു വോട്ട് ചെയ്താൽ, ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, എനിക്കൊന്നും അതുകൊണ്ട് പ്രത്യേകിച്ച് കിട്ടാനില്ല. സല്ലല്ലാഹു അലൈഹി ബിഹാ 10.
അത് കാരണമായി 10 ഗുണങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു തആല നൽകും. നിങ്ങൾക്ക് 10 നന്മ കിട്ടാനുള്ള മാർഗമാണ് നിങ്ങൾക്കുള്ള ഒരു സ്വലാത്ത്. ഇങ്ങനെ നമുക്ക് നന്മ പറഞ്ഞു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിച്ചാൽ ബുർദ ശരീഫിലൂടെ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ അത്ഭുതകരമായ വരികൾ നമുക്ക് ബുർദയിൽ കാണാൻ കഴിയും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലം തങ്ങളാണ് വമൻ ഹുവൽ ആയത്തുൽ കുബ്റാ ലിമുഅ്തബിരി വമൻ ഹുവൽ നിഅമത്തുൽ ഉളുമാ ലിമുഗ്തനിമി. ബൂസീരി ഇമാം റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് ഇത്ര അർത്ഥഗാംഭീര്യമുള്ള വരികൾ ഒരുക്കിയത്? അത്ഭുതപ്പെടുത്തുന്ന ഒരു വരിയാണിത്. വമൻ ഹുവൽ ആയത്തുൽ കുബ്റാ ലിമുഅ്തബിരി. മുത്തുനബി തങ്ങളെ കുറിച്ച് ഒരാൾ ചിന്തിച്ച് ഗവേഷണം നടത്തി പരീക്ഷണം നടത്തിയാൽ ഒരു മഹാദൃഷ്ടാന്തമാണ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരാൾ ഇങ്ങനെ ഗവേഷണം നടത്തുക, ചരിത്രത്തിൽ തന്നെ ഗവേഷണം നടത്തി നോക്കിയാൽ അത്ഭുതമാണ്. എങ്ങനെയപ്പോ ഇതെല്ലാം കൂടി ഉണ്ടായത്? കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശന്ന് ഒട്ടിയ വയറിൽ പാറ വെച്ച് കെട്ടിയിരിക്കുന്ന രംഗം ഒരു ഭാഗത്ത്, അതേ മുത്തുനബി തങ്ങൾ തന്നെ ഒരു കോപ്പയിൽ നിന്ന് ഒരു സംഘത്തെ മുഴുവനും പാനം ചെയ്യിക്കുന്നു. ഇത് രണ്ടും കൂടി എങ്ങനെയാ സ്വഹാബത്ത് ഉൾക്കൊണ്ടത്? അൽ ആയത്തുൽ കുബ്റാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിക്കുകയാണ്. എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പട്ടിണിയായിട്ട് അവിടുന്ന് പള്ളയിൽ പാറ വെച്ച് കെട്ടിയിരിക്കുകയാണ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വിരലുകൾക്കിടയിൽ നിന്ന് അതാ വെള്ളം പ്രവഹിക്കുകയാണ്. ഒരു ഭാഗത്തെ മുഅ്ജിസത്ത് കൊണ്ട് വെള്ളം കൊടുക്കുന്ന റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മറുഭാഗത്ത് ദാഹിച്ചു വിശന്ന് ക്ഷീണിച്ചിരിക്കുന്ന റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗവേഷണം നടത്തിയാൽ ഒരു തുമ്പും വാലുമെത്തുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു രാജ്യത്തിന്റെ ചക്രവർത്തിയല്ല, ഒരു സ്റ്റേറ്റിന്റെ ഭരണാധികാരിയല്ല. പക്ഷേ കിസ്റ രാജാവിന് കത്തെഴുതുകയാണ് മിൻ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അഡ്രസ് വെച്ചുകൊണ്ട് കത്തെഴുതുകയാണ്. ഭരണാധികാരിക്ക് ഒഫീഷ്യൽ കത്തയക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് നിലവിലുള്ള ഏതെങ്കിലും ഒരു ഭരണ വ്യവസ്ഥിതിയുടെ അധിപനല്ല, ഒരു രാജ്യത്തിന്റെ രാജാവല്ല, തെരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരിയല്ല. പക്ഷേ രാജകീയമായ കത്തെഴുതുകയാണ്. ഇതെങ്ങനെയെന്ന അത്ഭുതത്തോടെ ചരിത്രകാരന്മാര് വായിക്കുന്നു. അപ്പോഴാണ് വമൻ ഹുവൽ ആയത്തുൽ കുബ്റാ ലിമുഅ്തബിരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആണിന്റെയും പെണ്ണിന്റെയും ബീജസങ്കലനത്തിലൂടെയാണ് കുഞ്ഞുണ്ടാകുന്നത് എന്ന്. അത് കണ്ടുപിടിച്ചിട്ട് സയൻസ് കണ്ടുപിടിച്ചിട്ട് കുറഞ്ഞ നൂറ്റാണ്ടുകളെ ആയിട്ടുള്ളൂ. അതിനു മുമ്പുണ്ടായിരുന്ന വിശ്വാസം ആർത്തവ രക്തം കട്ടികൂടിയിട്ട് അത് ക്ലോട്ടായിട്ടാണ് കുഞ്ഞുണ്ടാകുന്നത് എന്ന സങ്കല്പമാണ്. എന്നാൽ ഒരു മൈക്രോസ്കോപ്പോ ഒരു ടെലസ്കോപ്പോ ഒരു സയന്റിഫിക് ലാബോ ഇല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇതെങ്ങനെയാണ് പറഞ്ഞു വെച്ചത്? അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവചനം നടത്തിയ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് പുലർന്നത് കാണാം, സ്വഹാബത്തിന്റെ കാലത്ത് പുലർന്നത് കാണാം, താബിഉകളുടെ കാലത്ത് പുലർന്നത് കാണാം, പിൽക്കാലത്ത് പുലർന്നത് കാണാം. ഇനിയും പുലരാൻ കാത്തിരിക്കുന്ന ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇതെല്ലാം പറഞ്ഞ മുത്തുനബി തങ്ങളെ ഒന്ന് പഠിപ്പിച്ചു നോക്ക. ബിൽ ഇൽമി ഫിൽ ഉമ്മി മുഅ്ജിസതൻ ഫിൽ ജാഹിലിയ്യത്തി വത്തദീബി ഫിൽ യുത്മി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാൾ ഗവേഷണം നടത്തിയാൽ അൽ ആയത്തുൽ കുബ്റാ, ഒരു മഹാദൃഷ്ടാന്തമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അതേ വരിയുടെ ബാക്കി പകുതി എന്താ ബൂസൂരി ഇമാം തങ്ങൾ പറയുന്നത്? വമൻ ഹുവ നിഅമത്തുൽ ഉളുമാ ലിമുഗ്തനിമി. എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ട് കൈ നീട്ടിച്ചെന്നാൽ ഏറ്റവും വലിയ നിധി കോരിത്തരുന്ന ഔദാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒരു ഭാഗത്ത് ഗവേഷകന്മാരുടെ ഗവേഷണം, അത് മുഴുവൻ നടത്തിയാൽ പഠിച്ചു തീരാനാവാത്ത ലോകം. മറുഭാഗത്ത് ഔദാര്യത്തിന്റെ കേദാരം. ഇത് രണ്ടുമാണ് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ. ഈ അത്ഭുതങ്ങളുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ആരാണ്? ഓ മുഅ്മിനീങ്ങളെ, ഈ ലോകത്ത് ഏറ്റവും വലിയ പ്രതീക്ഷയിൽ ജീവിക്കുന്നവരാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കുന്ന മുഅ്മിനീങ്ങളാണ്. നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ, യുക്തിവാദികളായ ആളുകൾ ഈ ലോകത്ത് ജീവിക്കുന്നു. ഈ ലോകത്ത് നിന്ന് മരിച്ചതിന് ശേഷം ഒന്നും അവർക്ക് പ്രതീക്ഷിക്കാനില്ല. മരിച്ചാൽ കഴിഞ്ഞു. ജീവിക്കുന്ന കാലത്ത് വല്ലതും പ്രതീക്ഷിക്കാനുണ്ടോ? അതുമില്ല. ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ടീമാണ് യുക്തിവാദികൾ, നിരീശ്വരവാദികൾ. ഒന്നും പ്രതീക്ഷിക്കാനില്ല. മതവിശ്വാസികളായ ആളുകളുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ മണ്ണായി പോയി. അവർക്കും ഈ ജീവിതത്തിന് ശേഷം ഒന്നും പ്രതീക്ഷിക്കാനില്ല. അതേ സമയത്ത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് എന്താണ്? ഏറ്റവും വലിയ പ്രതീക്ഷയുള്ള ജീവിതം. മനുഷ്യന്റെ സാമാന്യ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ അങ്ങനെ ഒരു ജീവിതം വേണം. കാരണം എന്താ? ഇവിടെ നീതി നിഷേധിക്കപ്പെട്ട 10,000-ങ്ങളുണ്ട്. അവർക്ക് നീതി കിട്ടാൻ ഒരു ലോകം ആവശ്യമാണ്. ഇവിടെ അഹങ്കാരികളായി വാഴുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ അഹങ്കാരത്തെ മുഴുവനും വിചാരണ ചെയ്യപ്പെടുന്ന ഒരു നാട് വേണം. അവരുടെ അഹങ്കാരങ്ങളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷ കൊടുക്കുന്ന ഒരു നാട് വേണം. അല്ലെങ്കിൽ ഈ ലോകത്ത് വിക്രസ് കാണിച്ചവൻ ബുദ്ധിമാനായി പോയി, ന്യായവും നീതിയും പരിപാലിച്ചവൻ വിഡ്ഢിയായി പോകും. അതുകൊണ്ട് ന്യായത്തിനും നീതിക്കും സത്യത്തിനും ധർമ്മത്തിനും മൂല്യം കൽപ്പിക്കുന്ന ഒരു വ്യവസ്ഥിതിയും ഒരു കാലവും വേണം. അതാണ് വിവേകമുള്ള മനുഷ്യൻ ചിന്തിക്കുന്നത്. എന്നാൽ ഏറ്റവും വലിയ പ്രതീക്ഷ നൽകുന്നത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം തങ്ങളാണ് പ്രതീക്ഷ നൽകുന്നത്. മക്കളെ, നിങ്ങളുടെ ഈ ജീവിതം നൈമിഷികമായ ജീവിതമാണ്. ഈ നൈമിഷികമായ ജീവിതത്തിൽ നിങ്ങൾ രോഗിയായി പോയാൽ നിങ്ങൾ വിഷമിക്കണ്ട. ഇവിടെ ഈ രോഗത്തിന് ക്ഷമിക്കുന്നതിന് നിങ്ങൾക്ക് കൂലിയുണ്ടേ. അത് നാളത്തെ അനന്തമായ സ്വർഗമാണ്. അതാണ് ബഷീറായ മുത്തുനബി തങ്ങളുടെ മുന്നറിയിപ്പ്. ക്യാൻസർ ബാധിച്ചു പോയി 10 വയസ്സ് മുതൽ പിന്നൊരു 10 കൊല്ലം രോഗിയായി കിടന്ന് മരിച്ചുപോയി. ആ കുട്ടിക്ക് എന്താണ് കിട്ടാനുള്ളത്? മോനെ, വിഷമിക്കണ്ട, ഇതിന് മുഴുവനും നിനക്ക് കൂലിയുണ്ട്. രോഗിയായ ഉപ്പാനെ പരിചരിച്ച മോനെ, രോഗിണിയായ ഉമ്മയ്ക്ക് സേവനം ചെയ്ത മകനെ, വിഷമിക്കണ്ട, ഈ സേവനത്തിന് മുഴുവനും നാളെ അത്യുന്നതമായ പദവി ലഭിക്കാനുണ്ട്. അപ്പൊ നോക്ക്, രോഗിക്കും പ്രതീക്ഷ, രോഗിയെ ചികിത്സിക്കുന്നവർക്കും പ്രതീക്ഷ. അതേ സമയത്ത് യുക്തിവാദിയുടെ ഭാഷയിൽ ഈ രോഗിക്ക് ഇനി എന്താ പ്രതീക്ഷിക്കാനുള്ളത്? ഈ രോഗിയെ നോക്കുന്ന ആൾക്ക് എന്ത് കിട്ടാനുള്ളത്? നീ വല്ല കൂലിക്കും വേലയ്ക്ക് നിൽക്കലാണ്, അല്ലെങ്കിൽ ആ കൂലി കിട്ടും. അല്ലാതെ സുഖമില്ലാത്ത പിതാവിനെ നോക്കുന്ന മകന് എന്ത് കിട്ടാനാണ്? ഒന്നും കിട്ടാനില്ല. അതേ സമയത്ത് നമ്മുടെ ഭാഷ അങ്ങനെയല്ല. ആരെങ്കിലും ഒരു സഹോദരനെ സഹായിച്ചാൽ നാളെ അല്ലാഹു അവനെ സഹായിക്കും. വാപ്പയും ഉമ്മയും സേവനം ചെയ്താൽ അവന് സ്വർഗത്തിൽ ഉന്നത സ്ഥാനങ്ങൾ ലഭിക്കും. നമ്മളെപ്പോലെ പ്രതീക്ഷയിൽ ജീവിക്കുന്ന ഒരു വിഭാഗം ലോകത്ത് വേറെയില്ല. നമുക്ക് ഈ പ്രതീക്ഷ നൽകിയത് ആരാണ്? മുബശ്ശിറായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്ന പ്രതീക്ഷയാണ്. തങ്ങൾ സ്വഹാബത്തിന് പ്രതീക്ഷ നൽകുന്നു. ലോകത്തിന് മുഴുവനും പ്രതീക്ഷ നൽകി. ഏതുവരെ എന്നറിയോ? സ്വർഗത്തിലേക്ക് അവസാനം കടക്കുന്ന ഒരാളുണ്ട്. അതിൽ വ്യത്യസ്തങ്ങളായ നിവേദനം കാണാം.
ഇമാം തുർമുദി റളിയല്ലാഹു അൻഹുവിന്റെ നിവേദനമാണ് ഞാൻ പറയുന്നത്. സ്വർഗത്തിലേക്ക് അവസാനം കടക്കുന്ന ഒരാൾ നരകത്തിലെ ശിക്ഷ അനുഭവിച്ചിട്ട് പിൻഭാഗം കൊണ്ട് എഴഞ്ഞ് അല്ലെങ്കിൽ നാലുകാലിൽ എഴഞ്ഞ് നരകത്തിന്റെ ശിക്ഷ കഴിഞ്ഞ് സ്വർഗ കവാടത്തിലേക്ക് വരുന്ന ഒരാൾ, അയാളോട് അല്ലാഹു തആല പറയും, നീ ഇനി സ്വർഗത്തിലേക്ക് പോയിക്കോ. അയാൾ സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് പറയും, യാ റബ്ബ് അതസ്തഹ്സഉ ബീ, റബ്ബേ നീ എന്നെ കളിയാക്കുകയാണോ, പരിഹസിക്കുകയാണോ റബ്ബേ? സ്വർഗം നിറഞ്ഞു പോയല്ലോ റബ്ബേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചിരി എന്ന അധ്യായത്തിലാണ് ഈ ഹദീസ് കൊണ്ടുവന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറയുമ്പോൾ ചിരിച്ചു. ഒരടിമയ്ക്ക് പറയാൻ അല്ലാഹു കൊടുത്ത സ്വാതന്ത്ര്യത്തിന്റെ വ്യാപ്തി ആലോചിച്ചിട്ടാണ് ചിരിച്ചത്. അപ്പൊ അള്ളാഹുവോട് പറയും, അള്ളാഹുവേ സ്വർഗം മുഴുവനും ഫുള്ളാണ്, ഞാൻ എങ്ങോട്ട് പോനാ? അപ്പൊ അള്ളാഹു തആല ചോദിക്കും, നിനക്ക് ദുനിയാവ് ഓർമ്മയുണ്ടോ? ദുനിയാവ് ഓർമ്മയുണ്ടോ മോനെ? അതേ, ദുനിയാവ് ഓർമ്മയുണ്ട്. എന്നാൽ ആ ദുനിയാവിലെ മുഴുവൻ അനുഗ്രഹങ്ങളും നീ ഒന്ന് സങ്കൽപ്പിച്ചേ. അതിനാ മൻസിലത്തിൽ ജന്ന, സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന പദവി എന്നത് ദുനിയാവിന്റെ ഇരട്ടിയാണ്. ദുനിയാവിന്റെ ഇരട്ടിയാണ് സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന പദവിയെങ്കിൽ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ ലോകത്തുള്ള മുഴുവൻ അനുഗ്രഹങ്ങളുടെയും മുഴുവൻ സൗഭാഗ്യങ്ങളുടെയും ഇരട്ടിയാണ് സ്വർഗത്തിലെ ഏറ്റവും ലാസ്റ്റ് വരുന്ന ആൾക്കുള്ള പദവിയെങ്കിൽ ഹിയ ജന്നത്തും ത്വാബത വത്വാബ നഈമുഹാ വനഈമുഹാ ബാഖിൻ വലൈസ ബിഫാനി. അല്ലാഹുവേ, ഞങ്ങൾ ഈ പാടിപ്പറയുന്ന സ്വർഗീയാരാമം ഞങ്ങൾ കൊതിക്കുകയാണ്. കടക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. നിന്റെ ഔദാര്യം കൊണ്ട് ആ സ്വർഗത്തിൽ ഒരിടം ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. സ്വർഗീയ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകണം. അൽഹംദുലില്ലാഹ്, നമ്മുടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സ്ഥാപന സംഘടനാ സംവിധാനങ്ങളുടെ ഒക്കെ കൂട്ടുകാരനും നിത്യസഹകാരിയുമായ അബ്ദുറഹ്മാൻ ഹാജി കുറ്റൂർ അവറുകളാണ് നമ്മളുടെ വേദിയിലേക്ക് വരുന്നത്. അള്ളാഹു എല്ലാവിധ ഇസ്സത്തും റിഫഅത്തും നൽകുമാറാകട്ടെ. അവരുടെ മകന്റെ വിവാഹം കഴിഞ്ഞ 3-4 ദിവസങ്ങൾക്ക് മുമ്പ് നടന്നു. റാഷിദ് അബ്ദുറഹ്മാൻ, അവരുടെ കുടുംബജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, ആ സ്വർഗീയ ആരാമങ്ങൾ ഈ ലോകത്തുള്ള എല്ലാ അനുഗ്രഹങ്ങളുടെയും മേലെയാണ് സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന പദവി. ഈ ലോകത്തിന്റെ ഇരട്ടിയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കുടിലിൽ ജീവിക്കുന്നവന് പ്രതീക്ഷ നൽകുകയാണ്, കൊട്ടാരത്തിൽ ജീവിക്കുന്നവനും പ്രതീക്ഷ നൽകുകയാണ്. ഈ ലോകത്തെ വലിയ മാളികളിൽ താമസിക്കുന്ന പരകോടിപതികളും ഭരണാധികാരികളുമുണ്ട്. അവരുടെ മുമ്പിൽ ഒരു കൊച്ചു കുടില് പോലുമില്ലാത്തൊരു പാവപ്പെട്ട മനുഷ്യനുണ്ട്. ആ മനുഷ്യന് പ്രതീക്ഷ നൽകുന്നതാരാണ്? സാഹിബുൽ മദീന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതീക്ഷ നൽകുകയാണ്. ആരെയെന്നറിയുമോ? പാവപ്പെട്ടവർക്ക് ഇത്രയും പ്രതീക്ഷ നൽകിയ ഒരു നേതാവിനെ ഒരു പ്രസ്ഥാനത്തിലും കാണാനില്ല. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കാൽ പെരുമാറ്റം സ്വർഗത്തിൽ കേട്ടത് ഈ ലോകത്തെ കൊട്ടാരത്തിൽ വസിച്ചത് കൊണ്ടല്ല, പരകോടിപതിയായിരുന്നത് കൊണ്ടല്ല, തമ്പ്രാനായിരുന്നത് കൊണ്ടല്ല. അറിയുമോ, താബിഈങ്ങളുടെ നേതാക്കൾ
നമ്മളൊന്ന് പഠിച്ചു നോക്ക്. വളരെ പാവപ്പെട്ടവരുണ്ട്, വളരെ ദാരിദ്ര്യത്തിൽ ജീവിച്ചവരുണ്ട്. അവരെല്ലാം നാളെ സ്വർഗത്തെ കൊതിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബിശാറത്താണ്. ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുബശ്ശിറാണ്. ഈ ലോകത്ത് അല്ലാഹു തആല എത്ര നിഅമത്ത് നൽകിയോ ആ നിഅമത്തിന് മുഴുവനും കണക്ക് പറയാതെ നാളെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റൂല. സ്വർഗത്തനാണെങ്കിൽ ആഖിറത്തിൽ നിന്ന് കാലെടുത്ത് വെക്കാൻ പറ്റൂല. വിചാരണ നേരിടാതെ ഒരാൾക്കും കടക്കാൻ പറ്റൂല. അതാണ് പരലോകം എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ വിചാരണയ്ക്ക് വിധേയമാകാതെ അവിടെ ചെല്ലുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കും, ഓ ബിലാലേ, നിങ്ങൾക്ക് എന്തുണ്ടായിരുന്നു എന്ന്. മഹാന്മാര് രേഖപ്പെടുത്തിയത് കാണാം. സ്വർഗത്തിലേക്ക് സ്വഹാബികളിൽ നിന്ന് അവസാനം പോകുന്ന ആളാരാണ്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ കുഴപ്പം എന്താണ്? ഒരു കുഴപ്പമില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ മുബശ്ശറും ബിൽ ജന്നയാണ്. സ്വർഗം കൊണ്ട് മുന്നറിയിപ്പ് ലഭിച്ച 10 സ്വഹാബികളിൽ ഒരാളാണ്. സഅദിൻ സഈദിൻ സുബൈരിൻ ത്വൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബിൻ ഔഫിൻ ആശിരിൽ കറമി. ആ ഇബ്നു ഔഫ് എന്ന് പറഞ്ഞത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളാണ്. ആ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളാണ് സ്വഹാബികളുടെ കൂട്ടത്തിൽ നിന്ന് അവസാന സ്വർഗത്തിലേക്ക് കടക്കുക. എന്താ കാരണം? ബാക്കിയുള്ള കുറെ സ്വഹാബികളെല്ലാം ഉണ്ട്, അവരെല്ലാം പോയിട്ടേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ കടക്കൂ. കാരണം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കും, ഓ ബിലാലേ, നിങ്ങളുടെ സ്വത്ത് എത്ര ഉണ്ടായിരുന്നു? ബിലാൽ തങ്ങൾ പറയും, എന്റെ കയ്യിൽ ഒരു പടത്തൊപ്പിയുണ്ട്, ഒരു പടച്ചട്ടയുണ്ട്, ഒരു പടവാളുണ്ട്, ഒരു ഉടുതുണിക്ക് ഒരു മറുതുണിയുമില്ല. ബിലാൽ തങ്ങളോട് ചോദിക്കുമ്പോ ആകെ ഒരു 10ഓ 20ഓ ദീനാറിന്റെ കണക്കേ പറയാനുള്ളൂ. കാൽക്കുലേറ്ററിന്റെ ആവശ്യമില്ല, കണക്ക് കൂടുതൽ പറയാനുള്ള ആവശ്യമില്ല. ബിലാൽ തങ്ങളുടെ ഹിസാബ് കഴിഞ്ഞുപോയി. യാ അബൂ ഹുറൈറ, അബൂ ഹുറൈറ തങ്ങളോട് ചോദിക്കും, നിങ്ങൾക്ക് എത്ര സ്വത്തുണ്ടായിരുന്നു? മിൻ ഐന ഇക്തസബഹു, എവിടുന്നാണ് അത് കിട്ടിയത്? വഫീമ അൻഫഖ, എന്തിലാണ് ചെലവഴിച്ചത്? കണക്ക് പറയാൻ ഒരു കാൽക്കുലേറ്ററിന്റെ ആവശ്യം അബൂ ഹുറൈറ തങ്ങൾക്കില്ല. അതേ സമയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ അങ്ങനല്ല, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ അങ്ങനല്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്ന സ്വഹാബികളിൽ അവസാനത്തതാവാനുള്ള കാരണം കണക്കു പറഞ്ഞു തീരാൻ എടുക്കുന്ന സാവധാനമാണ്. അപ്പൊ എല്ലാവരോടും കണക്ക് പറഞ്ഞേ പറ്റൂ. അപ്പൊ നമ്മൾ പറയുമ്പോ നമ്മളുടെ മുമ്പിൽ എവിടുന്നാടാ നിന്റെ പണം കിട്ടിയതെന്ന് ചോദിക്കുമ്പോൾ നിന്റെ സോഴ്സ് ഓഫ് ഇൻകം ഹലാലായിരിക്കണം. നിന്റെ സമ്പത്തിന്റെ ഉറവിടം ഹലാലായിരിക്കണം. വെട്ടിപ്പ് ചെയിൻ ബിസിനസ്സുകളിൽ വീണ് എവിടുന്നെങ്കിലും കിട്ടുന്ന പണം അധ്വാനിക്കാതെ കച്ചവടം ചെയ്യാതെ ആരെങ്കിലും ഒക്കെ കൊണ്ടുവരുന്ന പൈസ കൊണ്ടുവന്നാൽ എവിടുന്ന് കിട്ടിയടാ നിന്റെ പൈസ എന്ന് ചോദിക്കുമ്പോ നിന്റെ കണക്ക് ഷീറ്റിൽ ബ്ലാക്ക് മോള് വീണുപോയി, റെഡ് ഇങ്ക് വീണുപോയി. അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ പറ്റൂല. എന്തിനാടാ നീ ചെലവഴിച്ചത് എന്ന അടുത്ത ചോദ്യം. ആ ചോദ്യത്തിന് ഓരോരോ നയാ പൈസയും എണ്ണി എണ്ണി കണക്ക് പറയണം. അത് എന്തിനാണ് നീ ചെലവഴിച്ചതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇനി ഖുർആനിലേക്കൊന്ന് മടങ്ങ്. ثُمَّ لَتُسْأَلُنَّ يَوْمَئِذٍ عَنِ النَّعِيمِ. അല്ലാഹു നിങ്ങൾക്ക് തന്ന ഓരോ അനുഗ്രഹത്തെക്കുറിച്ചും നിങ്ങളോട് ചോദിക്കും. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം റാസി റഹിമഹുല്ല എഴുതുകയാണ്, നിങ്ങളുടെ കോസ്മെറ്റിക്സിനെ കുറിച്ചും അല്ലാഹു ചോദിക്കും, നിങ്ങളുടെ ചീർപ്പിനെ കുറിച്ചും അല്ലാഹു ചോദിക്കും, നിങ്ങളുടെ കണ്ണാടിയെ കുറിച്ചും അല്ലാഹു ചോദിക്കും, എല്ലാ സാധനത്തെക്കുറിച്ചും ചോദിക്കും. ഈ ആയത്തിന്റെ ആശയം കേട്ടുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഒരു രാത്രിയിൽ വിശന്നനായി
തൽഹത്ത് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പോയി മുത്തുനബി തങ്ങളും സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഉമറുൽ ഫാറൂഖ് തങ്ങളും വിശന്നെത്തിയതാണ്. അവിടെ കാരക്കയും വെള്ളവും കൊണ്ടുവച്ച് ആടറുത്ത ഭക്ഷണം കൊടുത്തപ്പോൾ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ, ഈ കുടിച്ച വെള്ളവും ഈ കഴിച്ച കാരക്കയും ഈ കഴിച്ച ഭക്ഷണവും റബ്ബിന്റെ അടുക്കൽ ഹിസാബുണ്ടോ? അപ്പോഴാണ് ആധികാരികതയുടെ അവസാന ശബ്ദവും അള്ളാഹുവിൽ നിന്നുള്ള പവിത്ര ദൂതിന്റെ ആധികാരിക സ്രോതസ്സുമായ കാരുണ്യത്തിന്റെ നേതാവ് വിടുതിയുടെ വിഹായുസ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അല്ലയോ സിദ്ദീഖേ, ثم لتسألن يومئذ عن النعيم. ഇതും ചോദിക്കും. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അസ്തമിച്ചു പോയി. തഫ്സീറിൽ പഠിച്ച മുതഅല്ലിമീങ്ങളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന കൂടുതൽ ആളുകൾ. അല്ലാമ ഇബ്നു കസീർ അവിടെ ഒരു സംഭവം കൊണ്ടുവരുന്നില്ലേ? മുഫസ്സിറുകൾ എത്രയാണ് ഇതിന്റെ ആശയം വ്യാഖ്യാനങ്ങൾ എഴുതിയത്. അള്ളാഹുവിന്റെ അടുക്കൽ എല്ലാ അനുഗ്രഹത്തിനും കണക്ക് പറയണം. അതാണ് ബഷീറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ജീവിതം കണക്കുള്ളതാണ്. നമ്മുടെ ജീവിതം യത്തീംഖാനയിലെ കുട്ടികളെ മാതിരിയല്ല. എന്ന് പറഞ്ഞാൽ യത്തീമായ ആരും സംരക്ഷിക്കാനില്ലാത്തവരെ പോലുള്ള ജീവിതമല്ല. യുക്തിവാദികളുടെ ഭാഷയിൽ മനുഷ്യൻ ഈ ലോകത്ത് യത്തീംഖാനയില്ല. കാരണം എന്താ? ആരും നോക്കാനുമില്ല, ആരും ചോദിക്കാനുമില്ല, ഒരു നിയമവും ഇല്ല. ആരെ നോക്കാൻ? ആരെങ്കിലും നോക്കാം, എങ്ങോട്ട് പോയാൽ എങ്ങോട്ടും പോവാം. ഇതുപോലെയാണ് യുക്തിവാദികളുടെ ഭാഷയിൽ മനുഷ്യൻ ഈ ലോകത്ത് ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത വസ്തു. എന്നാൽ നമ്മൾ അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും അടയാളപ്പെടുന്നതാണ്. ഏതുവരെ ഒരു മനുഷ്യന് ഉറങ്ങാൻ കിടക്കുമ്പോ എന്തു ചൊല്ലിയിട്ട് കിടക്കണം? രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ച മനുഷ്യന് ക്ഷീണമുണ്ട്. ആ ക്ഷീണിച്ച് ഉറങ്ങാൻ പോണ ഉറക്കം നിങ്ങൾക്ക് വെറുതെ അല്ല, അത് പുണ്യകർമ്മമാണ്. ബിസ്മിക റബ്ബി വളഅ്തു ജംബി എന്ന് ചൊല്ലിക്കിടന്നോ, എന്നാൽ ആ ഉറക്കും പുണ്യമാണ്. അവിടെ നിന്നില്ല. ഇടയ്ക്കൊരു സ്വപ്നം കണ്ട് ഞാൻ അങ്ങ് ഞെട്ടി ഉണർന്നു. ആ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നാൽ നിന്റെ ആ ടൈമും വെറുതെ ഉള്ളതല്ല. അപ്പോൾ നീ എന്താണ് ചൊല്ലേണ്ടത്? അതും പഠിപ്പിച്ച റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതം മുഴുവൻ അർത്ഥമുള്ളതാണ്. ജീവിതം മുഴുവനും പ്രതീക്ഷയുള്ളതാണ്. ജീവിതത്തിന്റെ ഓരോ നിമിഷവും മൂല്യമുള്ളതാണ്. ഇത് പറഞ്ഞു തരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംഹിതയല്ലാതെ വേറെ ഒന്നുമില്ല. വേറൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിന്റെ ഒരു നിമിഷം പോലും വെറുതെ അല്ല. എല്ലാ നിമിഷത്തെക്കുറിച്ചും നിങ്ങൾക്ക് കാര്യമായ പ്ലാനിങ് വേണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായ ഒരു പ്ലാൻ വരച്ചു തന്നു. ഒരു വിശ്വാസിയുടെ ജീവിതം എങ്ങനെയാകണമെന്ന്. ആ പ്ലാനിലൂടെ ഒരാൾ ജീവിച്ചാൽ ടൈം മാനേജ് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 കൊല്ലം കൊണ്ട് ലോകം മുഴുവനും മാറ്റിമറിക്കുകയാണ്. അവിടുത്തെ ഓരോ നിമിഷവും ഓരോ യുഗങ്ങളുടെ മാറ്റമുണ്ടാക്കിയതാണ്. അങ്ങനെയുള്ള ജീവിതം പഠിപ്പിച്ചു തന്ന മുത്തുനബി തങ്ങൾ ബഷീറാണ്, മുബശ്ശിറാണ്. ഞാൻ എൻ്റെ സംഭാഷണം നീട്ടുന്നില്ല. ആയത്തിന്റെ ബാക്കി ഭാഗമൊന്ന് പാരായണം ചെയ്യാം. ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ. അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. ഇന്നിപ്പോ എന്താ? ജെൻഡർ ന്യൂട്രാലിറ്റി. ആണും പെണ്ണും എന്തുടുക്കണം എന്തുടുക്കണ്ട. ഒരു ഭാഗത്ത് പരമസ്വാതന്ത്ര്യമെന്ന ലിബറലിസം, മറുഭാഗത്ത് മാനുഷിക മൂല്യങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന അടിച്ചേൽപ്പിക്കലുകൾ. ഈ വൈരുദ്ധ്യത്തിന്റെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ഭാഗത്ത് ലിബറലിസം, സർവദാ സ്വാതന്ത്ര്യം, ആണിനും പെണ്ണിനും ഒക്കെ ഇഷ്ടമുള്ളതുപോലെ ആയിക്കോളൂ. മറുഭാഗത്ത് ആണും പെണ്ണും ഒരുപോലത്തെ കുപ്പായം ഇടണമെന്ന്. ഇത് രണ്ടും എങ്ങനെ യോജിക്കുക? അല്ലാഹു അഅലം. ഈ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്.
എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് കൃത്യമായ ഒരു വ്യവസ്ഥിതിയുണ്ട്. ആ വ്യവസ്ഥിതിയിൽ നിന്ന് നിങ്ങൾ മാറിയാൽ നിങ്ങളുടെ മുമ്പിൽ അല്ലാഹു തആല നിയമം വെച്ചിട്ടുണ്ട്. ആ നിയമം അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട്. ആ നിയമം ലംഘിച്ചുകൊണ്ട് ജീവിച്ചാൽ നിങ്ങൾക്ക് ശിക്ഷയുണ്ട്. ആ ശിക്ഷയെ മുന്നറിയിപ്പ് നൽകിയ നേതാവാണ് നദീർ. ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. നിങ്ങൾ വ്യഭിചരിക്കരുത്, അതിന് വലിയ ശിക്ഷ വരാനുണ്ട്. മദ്യപിക്കരുത്, അതിന് വലിയ ശിക്ഷ വരാനുണ്ട്. നിങ്ങൾ മോഷണം നടത്തരുത്, വലിയ ശിക്ഷ വരാനുണ്ട്. നിങ്ങൾ മാതാപിതാക്കളോട് അപമര്യാദയായി പെരുമാറരുത്, നിങ്ങൾക്ക് ശിക്ഷ വരാനുണ്ട്. അങ്ങനെ അപകടങ്ങൾ മുഴുവനും മുന്നറിയിപ്പ് നൽകി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യകത്തെ മുഴുവനും ധർമ്മത്തിന്റെ വഴിയിലൂടെ, വിജയത്തിന്റെ പാതയിലൂടെ സ്വർഗത്തിലേക്ക് ക്ഷണിച്ച റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇذനിഹി ലമ്മാ ദഅല്ലാഹു ദാഇനാ ലിതാഅതിഹി ബിഅക്റമിർ റുസുലി കുന്നാ അക്റമൽ ഉമമി മൗലായ. നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല വിളിച്ചു, ലമ്മാ ദഅല്ലാഹു ദാഇനാ ലിതാഅതിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി തങ്ങളെ വിളിച്ചു ബി അക്റമിർ റുസുലി, മുർസലീങ്ങളിൽ വെച്ച് ഏറ്റവും അത്യാദരണീയരായ റസൂൽ എന്ന പദവി നൽകിയപ്പോൾ കുന്നാ അക്റമൽ ഉമമി, നമ്മൾ ഏറ്റവും അത്യുന്നതരായ ഉമ്മത്തായി മാറി. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? വദാഇയൻ ഇലല്ലാഹി ബിഇذനിഹി, അല്ലാഹുവിന്റെ കൽപ്പനയോടെയും സമ്മതത്തോടെയും അല്ലാഹുവിലേക്ക് വിളിക്കുന്ന ഔദ്യോഗികമായ പ്രവാചകത്വ പദവിയുടെ നേതാവാണ് ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ വിളിച്ചത് വെറുതെ അല്ല, അല്ലാഹു തആല ഔദ്യോഗികമായി നിയോഗിച്ചതാണ്. നമ്മുടെ ഈ സ്ഥാപനം ദഅ്വാ കോളേജാണ്. ആളുകളെ നന്മയിലേക്ക് ക്ഷണിക്കാൻ കുട്ടികളെ പരിശീലിപ്പിക്കുന്ന സ്ഥാപനമാണ്. അൽഹംദുലില്ലാഹ്. ഒരു ദാഇക്ക് വേണ്ട ഒന്നാമത്തെ സിഫത്താണ് ഇൽമ്. നല്ല ഇൽമ് വേണം. അതുകൊണ്ടാണ് 10 കൊല്ലത്തെ ദഅ്വാ കോഴ്സിൽ ആധികാരികമായി ശരീഅത്തിന്റെ പഠനം ആഴത്തിൽ അറിവുള്ള പണ്ഡിതന്മാർ ഇവിടെ നൽകുന്നു. കാലത്തോട് സംവദിക്കാനുള്ള ഭാഷ വേണം. എല്ലാ അമ്പിയാക്കന്മാരെയും അല്ലാഹു തആല അവർ അഭിമുഖീകരിക്കുന്ന ജനതയുടെ ഭാഷയിലാണ് നിയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സ്ഥാപനത്തിൽ 10 കൊല്ലത്തെ കോഴ്സിൽ ആധികാരികമായി മതം പഠിക്കാനുള്ള അവസരം നൽകുന്നു. നല്ല ഉയർന്ന ആലിമീങ്ങളെ ഇവിടെ വാർത്തെടുക്കുന്നു. അൽഹംദുലില്ലാഹ്. ബുഖാരിമാരിൽ അറബി ഭാഷയിൽ നല്ല രചന നടത്തുന്നവരുണ്ട്. അതുപോലെ വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിൽ നിന്ന് PhD കരസ്ഥമാക്കിയവരുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അതുപോലെ നല്ല നല്ല ആഴത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ദർസ് നടത്തുന്ന മുദർരിസുമാരുണ്ട്. ദഅ്വാ കോളേജിൽ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ പഠിച്ചിറങ്ങുന്നവർക്ക് വേണ്ട ഒന്നാമത്തെ ഗുണം അവര് നല്ല ആലിമുകളായിരിക്കണം. അമ്പിയാക്കന്മാരുടെ ഗുണം ഇൽമ്. ഇൽമില്ലാത്ത ഒരു നബിയുമില്ലെന്ന് മാത്രമല്ല, ഒരു ജനതയിലെ ഏറ്റവും വലിയ ആലിമ് ആ ജനതയിലെ നബിയാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനതയിലെ ഏറ്റവും വലിയ ആലിം മൂസാ നബി അലൈഹിസ്സലാമാണ്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനതയിലെ ഏറ്റവും വലിയ ആലിം ഈസാ അലൈഹിസ്സലാമാണ്. എല്ലാ കാലത്തെയും ഏറ്റവും വലിയ ഇൽമുള്ള ആളുകൾ അതാത് സമുദായത്തിലെ അമ്പിയാക്കന്മാരാണ്. അതുകൊണ്ട് നല്ല പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്നു.
അതോടൊപ്പം തന്നെ ജനങ്ങളുടെ അവസ്ഥയറിഞ്ഞ് ആവശ്യമായ ഇടപെടലോടെ കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നവർ, അവർ അടിസ്ഥാനപരമായി ആളുകൾക്ക് ഹിദായത്തിന്റെ വഴി കാണിച്ചു കൊടുക്കുന്നവരാണ്. അൽഹംദുലില്ലാഹ്, അങ്ങ് വടക്കേയറ്റം കശ്മീർ മുതൽ ഇന്ത്യയുടെ ഏകദേശമുള്ള സംസ്ഥാനങ്ങളിലെല്ലാം നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ യുവ പണ്ഡിതന്മാർ വ്യത്യസ്തങ്ങളായ വൈജ്ഞാനിക കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലാഹു തആല ഈ സ്ഥാപനത്തിന് നൽകിയ തൗഫീഖാണ്. ഇവിടെ പഠിച്ച വിദ്യാർത്ഥികൾക്ക് വേണ്ടി സഹായിച്ചവർ, സഹായിച്ചുകൊണ്ടിരിക്കുന്നവർ, അവര് നൽകിയ ഒരു നയാ പൈസയും വെറുതെ ആയിട്ടില്ല. കാരണം എന്ത്? മഹാന്മാരായ ഞങ്ങളുടെ രക്ഷിതാക്കളായ ഉസ്താദുമാർ, ഉമറാക്കളായ ആളുകളെ സമീപിച്ച് അവരുടെ കയ്യിൽ നിന്ന് ഒരു ചാക്ക് അരിയും ഒരു നേരത്തെ ഭക്ഷണവും ബിൽഡിംഗ് ഉണ്ടാക്കാനുള്ള ഒരു ചാക്ക് സിമന്റും എല്ലാം സമാഹരിച്ചു കൊണ്ടുവന്നത് 300ഓളം വരുന്ന യുവ പണ്ഡിതന്മാരെ ഈ സ്ഥാപനത്തിൽ നിന്ന് സമൂഹത്തിന് സംഭാവന ചെയ്തു. അവർ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ വൈജ്ഞാനിക കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ കൊടുത്ത ഒരു നയാ പൈസയും വെറുതെ ആയിട്ടില്ല. അത് അമാനത്തായി തന്നെ നിർവഹിച്ചിരിക്കുകയാണ്. ദഅവത്ത് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും വലിയ ദാഇയാണ്. അതേ ദഅവത്തിന്റെ പിന്തുടർച്ചയാണ് അൽഹംദുലില്ലാഹ് ഇന്നത്തെ മഹാന്മാരായ പണ്ഡിതന്മാര് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാധുക്കളായ ഞങ്ങൾ ഇന്ത്യയുടെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ എത്താറുണ്ട്. അവിടെയൊക്കെ എത്തുമ്പോൾ എത്രയോ പാവങ്ങൾ, എല്ലാ നിലയിലും പാവങ്ങളാണ്. ഒരു നേരത്തെ ഭക്ഷണം ഇല്ല എന്നതിനേക്കാൾ കലിമ അറിയില്ല എന്ന ദാരിദ്ര്യം അവർക്കുണ്ട്, നിസ്കാരം അറിയില്ല എന്ന ദാരിദ്ര്യം അവർക്കുണ്ട്, അറിവില്ല എന്ന ദാരിദ്ര്യമുണ്ട്. അവരുടെ എല്ലാ ദാരിദ്ര്യങ്ങളും പരിഹരിച്ചു കൊടുക്കാൻ ആവശ്യമായ അടിസ്ഥാന ട്രെയിനിങ് ഈ സ്ഥാപനത്തിൽ നിന്ന് നൽകുകയാണ്. ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയില്ല. ഈ കഴിഞ്ഞ റബീഉൽ അവ്വലിൽ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഹാജി അവറുകൾ എൻ്റെ അടുക്കൽ ഒരു സംഖ്യ തന്നിട്ട് പറഞ്ഞു, ഇത് പാവപ്പെട്ടവർക്ക് ഈ റബീഉൽ അവ്വലിൽ ഭക്ഷണം കൊടുക്കാനാണ്. ആ സംഖ്യ മറ്റൊന്നിനും വിനിയോഗിക്കാൻ പാടില്ല. അൽഹംദുലില്ലാഹ്, കശ്മീരില് ഏത് ദർഗയിലാ? മഖ്ദൂം ഷാദ് അവരാണ് അവിടെ കൊടുത്ത ഭക്ഷണം. അബ്ദുസ്സമദ് ഒന്ന് എഴുന്നേറ്റ്. അത് നേരത്തെ ഇവിടെ പഠിച്ച ആള്, അവരുടെ നേതൃത്വത്തിൽ അവിടെ ഭക്ഷണം കൊടുത്തു. അൽഹംദുലില്ലാഹ്, കശ്മീരിലും ബംഗാളിലും യുപിയിലും ബീഹാറിലും അങ്ങനെ സംസ്ഥാനങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ഈ റബീഉൽ അവ്വലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മൗലിദ് ഓതിയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചത് കൊണ്ടാണ് ഞാൻ ഈ വേദിയിൽ വെച്ച് പറയുന്നത്. സാധാരണ ഇങ്ങനെ പറയുന്നതിനെ കുറിച്ച് ഞാൻ പറയാറില്ല, ഓരങ്ങനെ ഇഷ്ടപ്പെടൂല എന്ന് എനിക്കറിയാം. പക്ഷെ എല്ലാവരുടെയും ദുആഇന് വേണ്ടിയാണ്. അള്ളാഹു ഒരുപാട് ഇസ്സത്ത് നൽകുമാറാകട്ടെ, നിഅമത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെച്ചുകൊണ്ട് ഈ റബീഉൽ അവ്വലിൽ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്താൽ എൻ്റെ ഹബീബായ തങ്ങൾക്ക് സന്തോഷമുണ്ടാകുമെന്ന് കരുതി ചെയ്ത മുഹിബ്ബീങ്ങളുടെ അമലാണ്. അള്ളാഹു കബൂൾ ചെയ്യുമാറാകട്ടെ. ഇതുപോലെ ഒരു നാട്ടിൽ ചെല്ലുമ്പോൾ അവർക്ക് ഭക്ഷണമില്ലെങ്കിൽ ഭക്ഷണം നൽകാൻ, അവിടെ ദീനിയായ പരിജ്ഞാനമില്ലെങ്കിൽ മദ്രസയുണ്ടാക്കാൻ, അവിടെ പള്ളി ഉണ്ടാക്കാൻ, അൽഹംദുലില്ലാഹ് ഈ സ്ഥാപനത്തിൽ പഠിച്ച വിദ്യാർത്ഥികൾ സേവനം ചെയ്യുന്നതിൻ്റെ വകയിൽ ഇന്ത്യയിൽ 250ഓളം പള്ളികളുടെ നിർമ്മാണം നടന്നിട്ടുണ്ട്. ഞാൻ അള്ളാഹു ചെയ്ത ഒരു നിഅമത്തെടുത്ത് പറയുകയാണ്. അള്ളാഹു കബൂൾ ചെയ്യട്ടെ.